ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. സന്ധ്യയ്ക്കായി കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം ഇന്ന് രാത്രിയിൽ ബന്ധപ്പെടുമാറാകട്ടെ. വീട്ടിലേക്കപ്പെടുന്ന ഈ മക്കളോടൊപ്പം ഇന്ന് രാത്രി കർത്താവിന്റെ വചനമായി നിൽക്കുവാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകം തന്റെ കുടുംബം, ഈ ദൈവസഭയിൽ കൂടി വരുന്ന എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, യുവാക്കന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷാൽ ഞാൻ വിദേശത്ത് ദുബൈയിൽ കടന്നു പോയപ്പോൾ ദൈവസ്നേഹത്തിൽ തന്നെ കൈക്കൊള്ളുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത മോനാശായ കുടുംബം, മറ്റെല്ലാ ദൈവമക്കൾക്കും വേഗബന്ധമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഈ ഭൂപരപ്പിൽ വിശുദ്ധന്മാർക്ക് ഒന്നിച്ചു കൂടുവാൻ, കർത്താവിനെ ആരാധിക്കാനും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനും ഒക്കെ ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട നല്ല അനുഭവങ്ങൾക്കായി, അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ട്രഡീഷനായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള പല സഭകളിലും ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനകൾ വളരെ കുറഞ്ഞു വരികയും, ആമേൻ, പാരമ്പര്യമായിട്ടുള്ള പല പെന്തക്കോസ്ത് സഭകളിലും വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും ഞായറാഴ്ച ആരാധന കൊണ്ട് അവസാനിക്കുന്ന ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്ത ആത്മനിയോഗത്തിൽ സഭയോട് ചേർന്ന് ഈ ദിനങ്ങൾ വിശേഷ വേറിട്ടിരിപ്പാൻ ദൈവം കൊടുത്ത വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വായിക്കുകയാണ്. ഇന്ന് പകല് നമ്മൾ ഒന്നിച്ച് ദൈവവചനം വായിച്ചു, ധ്യാനിച്ചു. ദൈവം തന്ന ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. പകൽ മീറ്റിംഗിന് ശേഷം പ്രിയ ബാബുടിച്ചാന്റെ ഭവനത്തിൽ എനിക്ക് പോയി അല്പസമയങ്ങൾ വിശ്രമിപ്പാൻ, പ്രിയ അംഗീകരിക്കുക നല്ല രുചികരമായ ആഹാരമൊക്കെ കഴിക്കാനും അവരോട് കൂടെ അല്പസമയങ്ങൾ അവിടെ ആയിരിക്കാനും വിശ്രമിപ്പാനും ഒക്കെ ദൈവം തന്ന അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ പേരെ സ്നേഹിക്കുന്ന എല്ലാ മനസ്സിലെ ദൈവമക്കൾക്കും കർത്താവിന്റെ ധന്യനാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്ന ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം ചെയ്യുന്നതിനും ചിലവിടുന്നതിനും എല്ലാം ദൈവം ധാരാളം നമുക്ക് പ്രതിഫലം തരും. ഞാൻ അനുഭവസ്ഥനാണ്. ആമേൻ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം ഇരട്ടിയായി ദൈവം നമുക്ക് മടക്കി തരുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവിടുത്തെ പക്കൽ ഒന്നിനും കുറവില്ലല്ലോ. ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള നമ്മുടെ ദൈവം, ആ ദൈവം നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. നമുക്ക് എന്തിനേലും എഴുതിയിരിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. എന്തിനാ കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നേ? തിരുവെടുത്ത് അങ്ങനെ പറയുന്നു. അത് നമ്മൾ വിശ്വസിക്കണം. എന്റെ യേശു എനിക്ക് വേണ്ടി ദരിദ്രനായത് എന്നെ സമ്പന്നനാക്കുക. കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ ഈ ആവശ്യമില്ലാത്ത ഒന്നും കയറി പിടിക്കരുത്. ആവശ്യമുള്ളത് മുറുകെ പിടിക്കണം. ആമേൻ. നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ ആത്മീയ ജീവിതത്തോട് വേണ്ടപ്പെട്ട വിലപ്പെട്ട വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ അതിനെ നമ്മൾ തിരസ്കരിക്കരുത്, തള്ളിക്കളയരുത്. അതിനെ കയറി പിടിച്ചണം, മുറുകി പിടിച്ചണം. എന്നിട്ട് അതിന് ആമേൻ പറയണം. അത് നമ്മൾ സ്വീകരിക്കണം. ആ വചനം നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങണം. ആ വചനത്തിന്റെ വിടുതൽ അഗോചരമായിരിക്കും. അത് അനുഭവിപ്പാൻ സ്വർഗ്ഗം നമുക്ക് കൃപ നൽകി തരും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എനിക്കൊരു പാട്ട് പാടണമെന്നൊക്കെ ഉണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ തിരുവചന ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു.
നമ്മളിന്ന് പകൽ ധ്യാനിച്ച തിരുവചന ഭാഗം കാത്തിരിക്കുക എന്നുള്ള ദൈവവചന ചിന്തയാണ്. 40-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ കഴിഞ്ഞ പകൽ നമ്മൾ വായിച്ചു. അതിൽ നിന്ന് നമ്മൾ ധ്യാനിച്ചതിന് ശേഷം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ പകൽ കടന്നു വന്നു. ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മെ കൊണ്ടുപോവുകയാണ്. ഫിലിപ്പി ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരിക. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ദൈവമക്കളാണല്ലോ. ഫിലിപ്പി ലേഖനത്തിൽ നിന്നും 1-2 ചിന്തകൾ കൂടെ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഫിലിപ്പി ലേഖനം അതിന്റെ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം 20-ഉം 21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ പൗരത്വമോ ഈ ഒരു ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. എന്റെ പൗരത്വം ആ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പ് പ്രാപിക്കേണ്ടത് ഇവിടെ വെച്ചാണ്. അവിടെ ചെന്നിട്ടല്ല, ഇവിടെ വെച്ച് നമുക്ക് ഉറപ്പ് പ്രാപിക്കാൻ കഴിയണം. എന്റെ പൗരത്വം, എനിക്ക് പൗരത്വം സ്വർഗത്തിലുണ്ടെന്ന് ഉറപ്പുള്ള ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണ്? സ്വർഗീയ സ്വർഗീയ പൗരത്വം ലഭിക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. ഉപ്പയൊന്നും അല്ല കേട്ടോ. ധൈര്യമായി പറയണം, ഞാൻ സ്വർഗീയ പൗരനാണ്. എനിക്കറിയാമോ, ലോകത്തിൽ ഏറ്റവും നല്ല ലോകപ്രകാരമുള്ള ഏറ്റവും നല്ല പൗരത്വം എന്താണെന്നറിയോ? അമേരിക്കൻ പൗരത്വമാണ്. ഏതാണ്? USA പൗരത്വം അല്ലേ? പാസ്പോർട്ട് സിംഗപ്പൂരിന്റെ ആണെങ്കിൽ പൗരത്വം ഏതാ? USA. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ USA പാസ്പോർട്ടിന്റെ കയ്യിലുണ്ടെങ്കിൽ, ഞാനൊരു USA പൗരത്വമുള്ള ആളാണെങ്കിൽ ഏത് എയർപോർട്ടിൽ ചെന്നാലും ഏത് രാജ്യത്ത്, അറബികളിലൊന്നുണ്ടാകട്ടെ മറ്റേത് രാജ്യത്താകട്ടെ, അവിടെ ചെന്നാൽ ഈ ഇന്ത്യക്കാർ പോയി നിൽക്കുന്നതുപോലെ നിൽക്കേണ്ട ഗതികളില്ല. USA പൗരത്വം സ്വീകരിച്ചവരാണെങ്കിൽ ആ പൗരത്വമുള്ള പാസ്പോർട്ടാണ് എനിക്ക് ഉള്ളതെങ്കിൽ അവർക്ക് വേറെ കൗണ്ടറാണ്. എവിടെ ചെന്നാലും അവർക്കൊരു പ്രാധാന്യമുണ്ട്. ലോകത്തിന്റെ ഒരു ഉന്നത രാജ്യമെന്നറിയപ്പെടുന്ന US പൗരത്വമുള്ള അവൻ, ആ പാസ്പോർട്ടുള്ളവൻ എവിടെ ചെന്നാലും അവനൊരു പദവി ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാനും നിങ്ങൾ തിരിച്ചറിയണം, സ്വർഗീയ പൗരത്വം ലഭിച്ച നാം ചെറിയവരല്ലെന്ന് തിരിച്ചറിയണം. ഞാനായിരിക്കുന്ന കോഴിക്കോട് ചർച്ചില് ഒരു മനുഷ്യനെ എനിക്ക് ഭാഗ്യവശാൽ കാണാനും അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് നടത്താനും കൃപയാൽ അദ്ദേഹത്തെ സ്നാനത്തിലേക്ക് നടത്താൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അദ്ദേഹം ഇന്ത്യൻ അംബാസിഡറാണ്. അദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡറാണ് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ ചർച്ചിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അവർ രണ്ടുപേരും നമ്മുടെ ചർച്ചിലാണ് കർത്താവിന്റെ കൃപയാൽ ആരാധനയ്ക്ക് വരുന്നത്. അവർ വരാനുള്ളതിന് മുഖാന്തരം അതൊരു ദൈവ പ്രവൃത്തിയാണ്. ഞാൻ കുറച്ചു നാൾ ഹാർവസ്റ്റ് TV ചാനലിൽ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ജീവമന്ന എന്ന ഒരു സന്ദേശം കൊടുക്കുവാൻ ദൈവം എനിക്ക് 2.5 വർഷത്തോളം അതിനുള്ള അവസരം ദൈവം തന്നു. ആ സന്ദേശം കൊടുക്കുന്നതിനിടയിൽ ഈ കുടുംബം ദൈവവചനം ഹാർവസ്റ്റ് ചാനലിലൂടെ ദൈവവചനം കേട്ടു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്റെ സന്ദേശം അവർ കേട്ടതിന് ശേഷം എന്റെ ടെലിഫോൺ നമ്പർ ഇവര് കളക്ട് ചെയ്ത് തന്നെ കോൾ ചെയ്തു. പാസ്റ്ററെ, ഞങ്ങളിങ്ങനെ ഇവിടെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്, പാസ്റ്ററുടെ ചർച്ച എവിടെയാണ്, കാര്യങ്ങളൊക്കെ ചോദിച്ചു, അഡ്രസ്സൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, അടുത്ത സൺഡേ ഞങ്ങൾ ആരാധനയ്ക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരെ വെയിറ്റ് ചെയ്തു. അടുത്ത സൺഡേ അവർ കടന്നു വന്നു. അടുത്ത ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ സങ്കീർത്തനം വായിച്ച ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചർച്ചിൽ വന്നു. സ്തോത്രം. രണ്ടുപേരും വന്നു. ഏറ്റവും ബാക്ക് സൈഡിൽ ഇരുന്നു. രണ്ടുപേരും വളരെ സന്തോഷമുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്, സൗന്ദര്യമുള്ളവരാണ്. കുഴപ്പമൊന്നുമില്ല, കാഴ്ചയും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ്, സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ വളരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ദൈവാത്മാവിനെ മറ്റൊരു മേഖലയിലേക്ക്, ദൈവവചനത്തിന്റെ മറ്റൊരു സന്ദേശത്തിലേക്ക് വേഗത്തിൽ ദൈവാത്മാവിനെ കൊണ്ടുപോകുന്നതായി എനിക്ക് ഉള്ളിൽ ബോധ്യമായി. ആ
ആ വചനം, ആ ദൈവമോ തന്ന ആ വചനത്തിലേക്ക് ഇവർ വന്നതിന് ശേഷമാണ് ആ നിയോഗം എനിക്ക് തന്നത്. ഞാൻ ആ വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ എന്റെ മുൻപിൽ വന്നിരിക്കുന്ന ഈ ഡോക്ടറിൽ ആ ലേഡി ഡോക്ടർ അവരിരുന്ന് കരയാൻ തുടങ്ങി. സ്തോത്രം. എനിക്ക് മനസ്സിലായി ഈ വചനം അവരോടുള്ള ദൈവത്തിന്റെ ഉള്ളപ്പാടാണ്. ദൈവം ഇടപെടുന്നത്. സ്തോത്രം. ആരാധന കഴിഞ്ഞു. അവർ രണ്ടുപേരും മുൻപോട്ട് വന്നു. ബെന്നി എന്നാണ് ഡോക്ടറുടെ പേര്, ബിന്ദു എന്നാണ് ഡോക്ടർ വൈഫിന്റെ പേര്. രണ്ടുപേരും മുൻപോട്ട് വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇവര് പിന്നെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സ് ആയിരിക്കുന്നവർക്ക് വേണ്ടി എന്തായിരിക്കും ഇവർക്കുള്ള പ്രാർത്ഥന വിഷയം? ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കട്ടെ? അപ്പൊ അവര് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, വേണ്ടതില്ല എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പൊ എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. എല്ലാം ഉണ്ട് പക്ഷെ വേണ്ടതില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ വ്യക്തമായി നമ്മുടെ പറ. അപ്പൊ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ 10 വർഷമായി കുടുംബജീവിതം ആരംഭിച്ചിട്ട് ഞങ്ങൾക്ക് മക്കളില്ല. മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സ് ആണ് രണ്ടുപേരും. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഉന്നത സാലറി ഉണ്ട്, നല്ല ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, നല്ല വാഹനമുണ്ട്, അവൻ ലോകത്തിൽ അവർ ഉന്നതനാണ്. പക്ഷെ അവർക്ക് തലമുറയില്ല. അവർ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് ഞങ്ങളുടെ അറിവ് വെച്ച്, ഞങ്ങൾക്ക് ലഭിച്ച അറിവ് വെച്ച് ഞങ്ങൾ ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞ 7 വർഷം ചെയ്തു, ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്നാണ് ഏറ്റവും ഞങ്ങളുടെ അറിവിലുള്ള വിദഗ്ധനായ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്നാണ്. സ്തോത്രം. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവരുടെ രണ്ടുപേരുടെയും ശിരസിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു അനുഭവമാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവം ഒരു വെളിപ്പാട് കാണിച്ചു. ഞാൻ ആ ബിന്ദു ഡോക്ടറോടും ഡോക്ടറോടും പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു തലമുറയെ തരാൻ പോവുക. അവർക്കത് വിശ്വസിക്കാൻ, ഡോക്ടേഴ്സ് അല്ലേ, മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്ന എല്ലാ റിപ്പോർട്ടും അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുസരിച്ച് ഒരിക്കലും അവർക്കൊരു തലമുറ ജനിക്കത്തില്ല. അതാണ് അവർക്കുള്ളത്. അവർ അറിഞ്ഞിരിക്കുന്നത് എന്നാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഒരു കുഞ്ഞിനെ കൊണ്ട് അവർ ആരാധനയ്ക്ക് വരുന്നു. ഞാൻ ആ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വെളിപ്പാട് ദൈവം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവിനെ താമസിച്ചാൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങളുടെ കരത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ തന്നിരിക്കും. ദൈവം ഒരു വെളിപ്പാട് കാണിച്ചത് ഞാൻ അവർക്ക് കൈമാറും. അവരെ കണ്ണതിലൂടെ ദൂത് ഏറ്റെടുത്തു. അവൻ തുറമാനം അവർ ആരാധനയ്ക്ക് വന്നു. ദൈവകൽപ്പനയിലേക്ക് ദൈവം നടത്തി. അവൻ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞു ആരാധനയിൽ റെഗുലറായി വരും. വളരെ സജീവമായി കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ആ കുടുംബം. അവൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബെന്നി എന്നെ വിളിച്ചു, പാസ്റ്ററെ അന്ന് ഒരു ദർശനം കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞില്ലേ, ദൈവം നിങ്ങൾക്ക് ഒരു തലമുറയെ തരുമെന്ന്. ഞാൻ പറഞ്ഞു, യെസ്, ദൈവം പറഞ്ഞതാണ്, ദൈവം കാണിച്ചതാണ്. പാസ്റ്റർ എന്റെ ഭാര്യ ബിന്ദു പ്രഗ്നന്റ് ആണ്. ദൈവപ്രവൃത്തിയുടെ അത്ഭുതകരമായ ഒരു വിടുതല കുടുംബത്തിനകത്ത് ഇന്ന് അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ള ഒരു തലമുറയെ ദൈവം കൊടുത്തു. ഞങ്ങളുടെ ചർച്ചിലെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിൽ ഏറ്റവും മിടുക്കിയാണ്, ഏറ്റവും നന്നായി വചനം പറയും, ഏറ്റവും നന്നായി പാടും. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം കൊടുത്തു. അപ്പോ ഇവർക്ക് 10 വർഷം കൊണ്ട് തലമുറയില്ലാതിരിക്കും. ഒരു ദൈവപ്രവൃത്തിയെ കുറിച്ച് ഞാൻ പറയുകയാണ്. തലമുറയില്ലാതിരുന്ന ഇവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന ബിന്ദു ഡോക്ടറുടെ സഹോദരൻ, അദ്ദേഹമാണ് ഞാൻ ഈ പറഞ്ഞതായ ഇന്ത്യയുടെ അംബാസിഡറായിട്ട്, അന്ന് അദ്ദേഹം ഇറ്റലിയിലാണ് ഇന്ത്യൻ അംബാസിഡറായിട്ട് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. പാസ്റ്റർ റോയി ആണ് ഞാൻ പറഞ്ഞത്, എന്റെ സഹോദരി ബിന്ദുവിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചിരുന്നല്ലോ. എന്റെ സഹോദരി ബിന്ദുവിനും ആ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ദൈവം അവർക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ കൊടുത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാസ്റ്റർ ഒന്ന് കാണണം, എനിക്ക് പാസ്റ്ററുമായിട്ട് അല്പസമയം വന്ന് മീറ്റ് ചെയ്യണം. പാസ്റ്റർ എനിക്ക് ഇവിടെ ഒരു സമയം തരണം. അദ്ദേഹം എന്നോട് ചോദിക്കാം, ഒരു രാജ്യത്തിന്റെ അംബാസഡർ ആയിരിക്കുന്ന മനുഷ്യൻ ഈ പാവപ്പെട്ട ദൈവാസന പറയാ, എനിക്കൊരു അല്പസമയം പാസ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യണം, പാസ്റ്റർ എനിക്കൊരു സമയം തരണം. ഞാൻ പറഞ്ഞു, എന്നാണ് സാറ് വരുന്നത്? അന്ന് ഞാൻ നിശ്ചയമായിട്ട് ഇവിടെ ഉണ്ടാകും, നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന ദിവസം ഞാൻ വരും, പാസ്റ്റർ എനിക്ക് മീറ്റ് ചെയ്യണം, പാസ്റ്ററുമായിട്ട് സംസാരിക്കണം. അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ കുറച്ച് നേരം വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ, ചെറിയ വലിയ പദവി ഉണ്ടെങ്കിലും അതിന്റെ തലക്കൊന്നും ഇടാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ വീട്ടിൽ വന്നു. ഒരു വിശുദ്ധനായ മനുഷ്യൻ. ഞങ്ങൾ ഒരുമിച്ചിരുന്നു. കർത്താവിന്റെ വചനം പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞു. ദൈവവചനം ഞാൻ പങ്കുവെച്ചു. പ്രിയരെ, സ്തോത്രം. ആ മനുഷ്യൻ കണ്ണുനീരോടെ വചനം ഏറ്റെടുത്തു. ദൈവനോട് പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കണം. ഞാൻ ഒരു ഉന്നത പദവിയിലുള്ള മനുഷ്യനല്ലേ, തലയെ കൈവെക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ ചെസ്റ്റിലേക്ക് കഴിച്ചു. അദ്ദേഹം ആ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ് തലയിലോട്ട് വെച്ചൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ അദ്ദേഹത്തിന്റെ ശിരസിൽ കൈ വെച്ച്
അതിന് പെട്ടെന്ന് ദൈവസ്ഥനെ മുട്ടുകുത്തി നിന്നു. ഞാൻ അതിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിക്കുമ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണു നിറഞ്ഞു ഒഴുകുകയാണ്. ആമേൻ. ഒരു സമർപ്പണം അദ്ദേഹത്തിൻ്റെ ആഴത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി. എന്നിട്ട് ആ മനുഷ്യൻ ആ മുട്ടിൽ എഴുന്നേറ്റ് കൈ പിടിച്ച് എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്ററിനെ സ്ഥാനപ്പെടുത്തണം, പാസ്റ്ററിനെ. അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അതിനോട് ക്രമീകരണം ഒരുക്കി ഞാൻ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. ഇന്ന് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യനാണ് ആ പ്രിയ സ്തോത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഒരു രാജ്യത്തിന്റെ അംബാസഡറായിട്ട് ഇറ്റലിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കുള്ള മുഴുവൻ പ്രൊട്ടക്ഷനും ആ രാജ്യം എനിക്ക് തരികയാണ്. എൻ്റെ ഒരാവശ്യത്തിന് ഞാൻ ആരുടെ മുമ്പിൽ പോകേണ്ടതില്ല. എനിക്ക് വേണ്ട സർവൻസ്, എനിക്ക് വേണ്ട ആഹാര സാധനങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്, എൻ്റെ കുടുംബത്തിന് വേണ്ടത് മുഴുവൻ തരുന്നത് രാജ്യമാണ്. ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഞാനും നിങ്ങളും സ്വർഗീയ അംബാസഡേഴ്സ് ആണെന്ന കാര്യം മറക്കരുത്. സ്വർഗീയ പൗരത്വം ലഭിച്ച ദൈവമക്കളാണെങ്കിൽ ഇന്ന് പകൽ വിളിക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ജീവിക്കേണ്ടതുപോലെ കർത്താവിലേക്ക് നോക്കി ജീവിച്ചാൽ ഞാൻ ഉറപ്പായി പറയുന്നു, നമ്മുടെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളുടെയും ഉറവിടം എന്റെ കർത്താവാണ്. അവിടെ നമുക്ക് പൗരത്വം വന്നിട്ട് പാപ്പരായിട്ട് ജീവിക്കാനല്ലെന്ന്, അവിടുന്ന് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ നമുക്ക് തരാൻ മതിയായ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ നാം ആരാണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാനും നിങ്ങളും സ്വർഗീയ പൗരന്മാരാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ പൗരത്വം അവൻ താൽക്കാലികമാകട്ടോ. ഇവിടെയുള്ള പൗരത്വം താൽക്കാലികമാണ്, നിലനിൽക്കുന്നതല്ല. അമേരിക്കൻ പൗരത്വം താൽക്കാലികമാണ്, നിലനിൽക്കുന്നതല്ല. ഏത് വലിയ പൗരത്വം ലോകത്തിലുണ്ടെങ്കിലും അതെല്ലാം നശ്വരമായ പൗരത്വമാണ്. എന്നാൽ നശിക്കാത്തൊരു പൗരത്വം, ഒരിക്കലും തീർന്നു പോകാത്തൊരു പൗരത്വം, ഒരിക്കലും അവസാനിക്കാത്തൊരു പൗരത്വം സ്വർഗത്തിലെ ദൈവം എനിക്ക് തമ്മിലെന്ന ഉറപ്പുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ലോകത്തിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളത് നമുക്ക് വിഷയമല്ല. എനിക്ക് എന്തുകൊണ്ട്? സ്വർഗീയ ഈ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. ഞാൻ സ്വർഗീയ പൗരനാണ്, ഞാൻ സ്വർഗീയ പൗരനാണ്. എന്റെ പ്രൊവൈഡർ സ്വർഗത്തിലെ അപ്പച്ചനാണ്. ഹല്ലേലൂയ. എനിക്കുള്ളത് മുഴുവൻ സ്വർഗത്തിൽ നിന്നാണ് അവൻ നമ്മുടെ മേൽ പകരുന്നത്. ഈ അനുഭവങ്ങൾ അതിന്റെ അളവിൽ നമ്മൾ പ്രാപിപ്പാൻ നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ വിശ്വാസവും അവൻ ഞാനിങ്ങനെ ബന്ധുക്കോസിനായിപ്പോയല്ലോ, അവൻ ഇതിനകത്ത് ഒന്ന് വിട്ടുപോയല്ലോ, അങ്ങനെയാകരുത്. നമുക്കൊരു ഉറപ്പുണ്ടാകണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്കറിയാമോ, പൗലോസിനെ കുറിച്ച് ഞാനിങ്ങനെ ഈ പൗരത്വത്തെ കുറിച്ച് പഠിപ്പിച്ച പൗലോസിനെ കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചു വന്നപ്പോൾ പൗലോസ് തന്റെ അനുഭവത്തിൽ ഫിലിപ്പി ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാനും ഒരു കാലത്ത് എനിക്കതിനെ കുറിച്ച് ആ വചനഭാഗങ്ങളെ കുറിച്ച് വേണ്ടതുപോലെ അറിവില്ലാത്തത് കൊണ്ട് ഞാനും ചിന്തിച്ചു, പൗലോസ് ഒന്നുമില്ലാത്തവനായി ജീവിച്ചു. പൗലോസിനെ കുറിച്ച് നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ, എന്റെ അറിവില്ലായ്മയിൽ. പക്ഷെ വചനം പഠിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം എത്തിയത്. ദൈവവചന പഠനത്തിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പൗലോസിന് ഉടുതുണിക്ക് മറുതുണി ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് നല്ല വസ്ത്രമില്ലായിരുന്നു. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ആ ചർമ്മലിഖിതങ്ങളും ആ പുതപ്പും കൂടെ എന്ന് പറഞ്ഞ പതപ്പ് പോലും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷേ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം കണ്ണു തുറന്ന ഒരാൾ വായിച്ചാൽ പൗലോസിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ ദൈവത്തെ കുറിച്ച് താൻ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. എന്തോ സ്വർഗീയ പൗരത്വം ലഭിച്ച പൗലോസ് പറയുകയാണ്, ഉലകത്തിൽ വെച്ച് തന്നെ, നിത്യതയിൽ ചെന്നിട്ടല്ല, സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഭൂമിയിലായിരിക്കുമ്പോൾ ആ ദൈവദാസൻ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടത് ഇച്ചിരിയേ ഉള്ളൂ, അല്പമേ ഉള്ളൂ, എനിക്ക് അറ്റപ്പറ്റിയ എന്നാണോ പറഞ്ഞേ?
നിങ്ങളുടെ വാക്കിൽ കണ്ണു തുറന്ന് വായിച്ചു നോക്ക്. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് തരും. പൗലോസ് പറയുക, ഫിലിപ്പിലെ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. ഇത് ആത്മീയമായ കാര്യമല്ല കേട്ടോ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരണം. മുകളിൽ നിന്ന് വായിച്ചു വരുമ്പോൾ ഫിലിപ്പിയരോട് പറയുകയാണ്, ഫിലിപ്പിയ വിശ്വാസികൾ, ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ, അവരുടെ കഷ്ടതയുടെ നടുവിൽ, അവരുടെ ഇല്ലായ്മയുടെ നടുവിൽ, അവരുടെ ദാരിദ്ര്യത്തിന്റെ നടുവിൽ, അവരുടെ ശൂന്യതയുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ പൗലോസിനെ അവർ കൈ തുറന്ന് ശുശ്രൂഷയിൽ വേണ്ട സാമ്പത്തിക കൈത്താങ്ങം നൽകിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ഫിലിപ്പിയ സഭ. അതിന് 4 മുതലുള്ള വാക്യം വായിക്കാം. 4-ാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യം. അടുത്തത് കേട്ടോ, ഫിലിപ്പിയരോട് പറയുകയാണ്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അന്നേ പൗലോസ് പറയുക ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അങ്ങനെ ഫിലിപ്പിയിലുള്ള ദൈവമക്കളെ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും, ഫിലിപ്പിയിലുള്ള ദൈവമക്കളുടെ മനസ്സും അവരുടെ ആകുലതയും അവരുടെ വ്യസനങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ ആകുലതകളും അവരുടെ ഞെരുക്കങ്ങളും അവരുടെ ഇല്ലായ്മകളും നന്നായി തിരിച്ചറിഞ്ഞ ദൈവദാസൻ ഫിലിപ്പിയരോട് പറയുകയാണ്, നിങ്ങളൊന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അടുത്ത വാക്ക്, എല്ലാറ്റിനും നിങ്ങൾ വിചാരപ്പെടാതെ ആകുലപ്പെടാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് രാത്രി നാരങ്ങത്തോട് ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെന്ത് ചെയ്യണം? എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവമക്കളോട് ഞാൻ പ്രവചനാത്മാവിൽ ദൂത് പറയുന്നു, അവൻ എന്താവശ്യമാണെങ്കിലും, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും, എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമെങ്കിലും, സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. അറിയിച്ചാൽ എന്താ കിട്ടാൻ പോകുന്നത്? എന്നാൽ സകല ബുദ്ധിയെയും, ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ബുദ്ധിക്ക് എത്തിപ്പിടിപ്പാൻ കഴിയാത്തതുപോലെ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവൻ എത്തിപ്പിടിപ്പാൻ കഴിയാത്തതുപോലെ സകല ബുദ്ധിയെയും കവിയുന്ന, നിങ്ങളെ ആകുലപ്പെടുത്തുന്ന വിഷയത്തിന്മേൽ ഒരു മറുപടി ഉണ്ടെന്ന പരിശുദ്ധാത്മാവിൽ പൗലോസ് സഭയോട് അവൻ ആലോചന പറയുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. സകല ബുദ്ധിയെയും, കാണുന്നവരെല്ലാം പറയും, അറിയുന്നവരെല്ലാം പറയും, കേൾക്കുന്നവർ അത്ഭുതം തന്നെ, ഇതൊരു ദൈവപ്രവൃത്തി തന്നെ, ഇത് നമ്മൾ ചിന്തിച്ചതുപോലെ അല്ല കേട്ടോ, ഇത് നമ്മൾ കണക്കൂട്ടതുപോലെ അല്ല കേട്ടോ, ഇത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ, ഇതൊരു ദൈവപ്രവൃത്തിയാണ്. അതാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അടുത്തത് രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഇതൊക്കെ ചിന്തിക്കാനാണ് നല്ലത് പോലെ ചിന്തിക്കാൻ, ഗുണമുള്ളത് പോലെ ചിന്തിക്കാൻ വേണ്ട. എന്താകും എന്റെ അവസ്ഥ, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും, എന്റെ ഭർത്താവിന്റെ, എന്റെ കെട്ടിയവന്റെ അവസ്ഥ എന്താകും, എന്റെ കൊച്ചുമക്കൾ, ഇതൊന്നും ആകുലപ്പെടേണ്ട കാര്യം. തന്ന ദൈവത്തിന് പോറ്റാൻ അറിയാവുന്ന, വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ മൂന്ന് തലമുറകളുടെ അപ്പനാണ്. അവൻ എന്റെ ദൈവം. അവൻ എനിക്ക് തന്നെങ്കിൽ അവരെ പുലർത്താനും അവരെ പോറ്റാനും അവർക്ക് നല്ല ഭാവി ഒരുക്കാനും എന്റെ ദൈവം വിശ്വസ്തനാണ്. വല്ലാതെ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. മക്കൾ ദൈവം 3-4 കർത്തൃദാസന് ദൈവം 4 തലമുറ കൊടുത്തിട്ടുണ്ട്. ഒന്നും ആകുലപ്പെടേണ്ടതില്ല. തക്ക സമയത്ത് അവരുടെ ഭാവി കാര്യങ്ങൾ സ്വർഗം സെറ്റപ്പ് ചെയ്യും.
ഞാൻ ദൈവദാസന്മാരോട് പറയാറുണ്ട്, ഞാൻ ദൈവദാസന്മാരുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗിലും കർത്താവിന്റെ കൃപയാൽ ശുശ്രൂഷിക്കാൻ എന്നെ IPC-കാരും ചർച്ചകൂടുകാരും ഒക്കെ വിളിക്കാറുണ്ട്. പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഞാൻ പാസ്റ്റേഴ്സിനോട് പറയും, നമ്മൾ ഉടായിപ്പില്ലാതെ മര്യാദയ്ക്ക് ദൈവവേല ചെയ്താൽ നമ്മുടെ കാര്യം ദൈവം നോക്കും. ഈ ദൈവദാസന്മാർ ചില വിളച്ചിലൊക്കെ നടത്തുന്നതുകൊണ്ട് തലമുറ ഗതിപിടിക്കാത്തത്. നേരെ പരമാർത്ഥമായി കർത്താവിന്റെ വേല ചെയ്തു. അവൻ പണത്തിന് വേണ്ടി ദൈവവേല ചെയ്യരുത്, സ്ഥാനമാനത്തിന് വേണ്ടി ദൈവവേല ചെയ്യരുത്. ആത്മാർത്ഥമായി കർത്താവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. ഈ ജനം എന്റെ പക്കൽ ദൈവം ഏൽപ്പിച്ച ആടുകളാണ്, കർത്താവിന്റെ രക്തത്തിന്റെ വിലകളാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഇവർക്ക് വേണ്ടി ശുശ്രൂഷിച്ചാൽ പ്രതിഫലം തരുന്ന സ്വർഗത്തിന് ഞാൻ ദൈവദാസനോട് പറയാം, കർത്തദാസനെ ആത്മാർത്ഥമായി കർത്താവിന്റെ വേല ചെയ്തു. ഒന്നിനും ഒരു കുറവില്ലാതെ ദൈവം ജയത്തോടെ നടത്തും. മനുഷ്യരിൽ ആശ്രയിക്കരുത്, അവൻ അച്ചായന്മാരിലോ കൊച്ചായന്മാരിലോ ആശ്രയിക്കരുത്. സർവശക്തന്റെ കരങ്ങളിലേക്ക് നോക്കി നീ അവന് പ്രസാദമുള്ള ശുശ്രൂഷ ചെയ്തു. നിന്റെ കാര്യങ്ങളിൽ നന്നായി നടത്താൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വേണ്ടാതൊന്നും ചിന്തിച്ച് വ്യാകുലപ്പെട്ടു നെരിപ്പോട് പോകുന്നതിന് പുകഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിന് ഹിതമുള്ളത് ചിന്തിപ്പിൻ. അടുത്ത വാക്ക് ദൈവദാസി എന്നോട് പൗലോസ് പറയും, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. വേണ്ടാത്തതൊന്നും പ്രവർത്തിക്കാതെ എന്നോട് കേട്ടും കണ്ടും പഠിച്ചുമുള്ളത് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അടുത്ത വാക്ക് എന്നാൽ കേട്ടോ, പൗലോസ് പറയും എന്നാൽ സമാധാനത്തിന്റെ ദൈവം. ഒന്നും കൂടെ പൗലോസിന്റെ അനുഭവം ചേർത്ത് പറയും, എന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ ദൈവത്തിന്റെ ദൂത് പറയുന്നു, എന്നെ ഇതുവരെ നടത്തിയ ദൈവം പൗലോസ് പറയാം നിങ്ങളെയും കൈപിടിച്ച് നടത്തിക്കൊള്ളൂ. അടുത്ത വാക്ക് പെട്ടെന്ന് വായിച്ചു. അടുത്ത വാക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി പിന്നെയും വിചാരപ്പെടാൻ തുടങ്ങിയതിൽ പൗലോസിന് വേണ്ടി ഫിലിപ്പിലുള്ള ദൈവമക്കൾ എന്ത് ചെയ്യുക? വിചാരപ്പെടുകയാണ്. പൗലോസിന് വേണ്ടി അവർ വിചാരപ്പെടുന്നു. പൗലോസിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പൗലോസിന് എങ്ങനെ കൈത്താങ്ങൽ കൊടുക്കണം, എങ്ങനെ പൗലോസിന് ഒരു തണുപ്പാകണം. ശ്രദ്ധിച്ച്, പൗലോസിന് ഞങ്ങൾ ഏത് വിധത്തിലൊരു തണലാകണം. പൗലോസിന് വേണ്ടി അവർ എന്ത് ചെയ്യുക? വിചാരപ്പെടുക. പൗലോസ് പറയുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ വിചാരപ്പെടുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു? കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. കിട്ടിയില്ല. കണ്ടോ, പൗലോസ് പറയുകയാണ്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ദൈവദാസന്റെ വാക്കുകൾ കേൾക്കുക. ഇത് തന്നെയാണ് ഒരു ദൈവവൈദ്യന്റെ വാക്കുകൾ. പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്നെ അനുകരിപ്പിന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല. പൗലോസ് പറയുകയാണ്, ഉള്ള അവസ്ഥയിൽ ഉള്ളതുകൊണ്ട് ആമേൻ പറഞ്ഞു. ഉള്ളതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളതിൽ നമ്മൾ തൃപ്തിപ്പെടണം. ഉള്ളതിന് സ്തോത്രം പറയണം. ഇതിന്റെ വാക്കുകൾ ശ്രദ്ധിച്ച്, എത്ര മനോഹരമായ വാക്കുകളാണ്. ഉള്ള അവസ്ഥയിൽ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ, ഞാൻ പറയുന്നത് കർത്താവിന്റെ വേലയ്ക്കും കർത്താവിന്റെ നാമത്തോട് ഇറങ്ങി തിരിഞ്ഞ ദൈവവൈദ്യം ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്റെ ഒരു ആവശ്യം പറഞ്ഞ് കൈ നീട്ടരുത്. ആമേൻ. എന്റെ കൂടെ വരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവ വചനം പറയുന്നു, നീ വായ്പ വാങ്ങിക്കത്തില്ല. വചനം പറയുന്നു, നീ വായ്പ സ്തോത്രം. ചില ദൈവദാസന്മാരൊക്കെ ഓരോ സ്ഥലത്തിരുന്ന് പോകുമ്പോ പാലുകാരൻ പറയുകയാണ്, അയ്യോ പോയോ, കഴിഞ്ഞ ഒരു മാസത്തെ കാശ്. പേപ്പറുകാരൻ വരിക, കാശ്. പലചരക്കടക്കാരൻ വരിക, സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ ജീവിക്കണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ദൈവത്തിന് സ്വോത്രം ചെയ്ത് പ്രസംഗിക്കുവോ? ഇതൊക്കെ പ്രസംഗിക്കുവോ? ഇതൊക്കെ വരുന്നു.
നിന്റെ തലമുറയിലൂടെ ഒഴുകാൻ പോകും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെയല്ലല്ലോ, വചനപ്രകാരം നീ നിന്നാൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എന്റെ വിശ്വാസ. ഒരു കാറുണ്ട്, ഒരു നല്ല പുതിയ ബുള്ളറ്റ് ഉണ്ട്. ഞാനും പോയി നാളെ ഒരു ബുള്ളറ്റുണ്ടെങ്കിൽ ഞാനൊരു ബുള്ളറ്റ് അടയ്ക്കണം. വേണ്ടതേ, എനിക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളിൽ എവിടെ ജീവിക്കണം. നാളെ എനിക്ക് ദൈവം തരുന്നൊരു സമയമുണ്ട്. പാസ്റ്ററെ തോപ്പിക്കാനും അവൻ പാസ്റ്ററുടെ മുമ്പിൽ എനിക്ക് ഞാനും വലിയ ബുള്ളറ്റ് നടക്കുന്നത്, ഞാനും വലിയ കാറ്. അഹങ്കരിക്കരുത്, ഇല്ലാത്തത് കാണിക്കണം, പ്രകടിപ്പിക്കരുത്. അവൻ ഉള്ള അവസ്ഥ ആലംഭാവത്തോടെ ഇരിക്കുക. സഹോദരന്മാരോട് ഞാൻ പറയുന്നു സ്നേഹത്തോടെ, വല്ലവരും വലിയ വീട് വെച്ചെങ്കിൽ നീ അതിനുവേണ്ടി പ്രയത്നിക്കരുത്. നിനക്കുള്ള അവസ്ഥയിൽ സ്വതന്ത്രം പറഞ്ഞിരുന്നോളാം. നിനക്ക് ദൈവം വരുന്ന സമയത്ത് ആ നല്ല വീട്ടിൽ താമസിച്ചോളാം. ഒന്ന് സ്വതന്ത്രം ചെയ്തേ. എല്ലാവരും വലിയ വീടുണ്ടായിരിക്കും, നല്ല കാറുണ്ടായിരിക്കും, നല്ല സാഹചര്യം ഉണ്ടായെങ്കിൽ നീ സ്തോത്രം പറഞ്ഞ ആമേൻ പറഞ്ഞാൽ മതി. നിനക്കുള്ളത് ദൈവം കരുതിക്കൊണ്ട് വന്നോളൂ. ഓക്കേ, പൗലോസ് ഉപദേശം പറയുക, ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് പറയുന്നത് എന്താ പറഞ്ഞേ? ഐശ്വര്യം കൂടെ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. കേട്ടോ, താഴ്ചയിലിരിപ്പാനും. ദൈവദാസന്മാർക്ക് താഴ്ചയുണ്ടോ? ഉണ്ട്. പൗലോസ് താഴ്ചയിലിരുന്നുണ്ടോ? ഉണ്ട്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ദൈവമക്കൾക്ക് താഴ്ചയുടെ അനുഭവമുണ്ടോ? ഉണ്ട്. എന്നും താഴ്ചയല്ല കേട്ടോ. പൗലോസ് പറയുന്നു താഴ്ചയിലിരിപ്പാൻ പഠിച്ചിട്ടുണ്ട്. ഒപ്പം സമൃദ്ധിയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചതാ. അടുത്ത വാക്ക്, തൃപ്തരായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ദൈവദാസന്റെ സാക്ഷിയാണ് കേട്ടോ. മാതൃകയാക്കാനുള്ള ഒരു നല്ല സാക്ഷി ഞാൻ ശീലിച്ചിട്ടുണ്ട്. അടുത്ത വാക്ക്, എന്നിട്ട് പൗലോസ് ഇതിനെല്ലാം അടിസ്ഥാനം, ഇതിനെല്ലാം കാരണമായത് എന്താണെന്ന് പൗലോസ് അതിന്റെ അതിന്റെ മർമ്മം പൗലോസോട് വെളിപ്പെടുത്തുക. എന്താ? എന്നെ അവതരണം ഏറ്റുപറയാൻ മനസ്സുള്ളവർക്ക് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ വചനം കേട്ടിട്ട് പോകരുത്. ഈ വചനം നിങ്ങൾ പകരം വിശ്വസിച്ച് രാത്രി ഏറ്റെടുക്കണം, വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം വിശ്വസിക്കുന്നവർ കരമടിച്ച് വാങ്ങുന്ന ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം ചെയ്യുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, എന്റെ പണം കൊണ്ടല്ല, എന്റെ പ്രൗഢി കൊണ്ടല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കഴിഞ്ഞ വർഷം 2024 അവസാനം നവംബർ ഡിസംബർ 2 മാസം ഞാനൊരു വിസിറ്റിങ്ങിനായിട്ട് ഖത്തറിൽ കടന്നു. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ യാത്രയിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ ഞാൻ യാദൃശ്ചിക പരിചയപ്പെട്ടു. ഞാനൊരു ദോഹ IPC എന്ന് പറഞ്ഞ ഒരു 300ഓളം വിശ്വാസികൾ കൂടുതൽ ചർച്ച അങ്ങനെ IPC-ക്കാരെ മാത്രമേ ശുശ്രൂഷക്കാരെ വിളിക്കാറുള്ളൂ. വേറെ ആരോ എൻ്റെ ഒരു ടെലിഫോൺ നമ്പർ അവിടുത്തെ ദൈവദാസന് കൊടുത്തു. ആ ദൈവദാസന് എന്നെ അവരുടെ ഫ്രൈഡേ മീറ്റിങ്ങിന് സാധാരണ പുറത്തുള്ളവർക്ക് അങ്ങനെ അവസരം കൊടുക്കാറില്ല. കൃപയാ എനിക്ക് ഒരു മീറ്റിങ്ങിന് അവസരം അവർ തന്നു ശുശ്രൂഷിക്കാനായിട്ട്. ഞാൻ IPC-ക്കാരനല്ലല്ലോ, ഞാൻ ഇന്ത്യക്കാരനല്ലേ. അവർക്ക് മുമ്പിൽ ഞാൻ ഒരു ന്യൂ ഇന്ത്യയിലെ ഇന്ത്യൻ ചർച്ചിലെ ഒരു പാസ്റ്ററാണ്. എന്നെ അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. ദൈവം 20-25 മിനിറ്റ് സമയമുള്ളത്. ആ ചർച്ചിൻ്റെ എല്ലാ ചർച്ചിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലുള്ള മിക്ക ചർച്ചകളിലും മാക്സിമം അരമണിക്കൂറേ കിട്ടൂ. അല്ലെങ്കിൽ ഇനി ഒരു കൺവെൻഷൻ പ്രസംഗിനൊക്കെ ആണെങ്കിൽ ഒരു 3/4 മണിക്കൂറോ മാക്സിമം 1 മണിക്കൂറൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം എനിക്ക് അന്ന് 20-25 മിനിറ്റ് അവർ തന്നു. ഞാനവിടെ പ്രസംഗിച്ചു കഴിഞ്ഞ് 300ഓളം ആളുകളുണ്ട്. ഒത്തിരി ആളുകൾ വന്ന് എന്നെ പരിചയപ്പെട്ടു, കൈ തന്നു. ഒരു മനുഷ്യൻ
കാഴ്ചയിൽ തന്നെ തോന്നി ഭയങ്കര VIP ആയൊരു മനുഷ്യനാണ്. ഇദ്ദേഹം വന്ന് എനിക്ക് കൈ തന്നു, പരിചയപ്പെട്ടു, എന്നോട് പേരൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതെന്ന് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ വീട്ടിൽ ഒന്ന് പാസ്റ്റർക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് നല്ല VIP ലുക്കുണ്ട്, ആ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷനാണ് കാഴ്ചയിൽ. ഞാൻ പറഞ്ഞു, എൻ്റെ ടെലിഫോൺ അവിടെ ഉപയോഗിച്ച് ഡോക്ടർ നമ്പർ അദ്ദേഹത്തിന് കൊടുത്തു. അതുകൊണ്ട് രാത്രി എന്നെ വിളിച്ചു, പാസ്റ്റർ ഞാൻ ഇന്ന് പരിചയപ്പെട്ട സഹോദരനാണ്, എൻ്റെ വീട്ടിലൊന്ന് വരണം. എനിക്ക് ഒഴിവുള്ള ഒരു സമയം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. എൻ്റെ ഒരു മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. പ്രിയരെ, ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് തന്ന ടൈമിൽ ഞാൻ എന്നെ വിസെടുത്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ആ സ്ഥലത്തോട് ഇങ്ങനെ അടുക്കുമ്പോൾ എന്നെ കൊണ്ടുപോയ സഹോദരൻ ആ സ്ഥലത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഏറ്റവും വലിയ VIP-കൾ അറബി ശരിക്കും താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ ഇതിനൊന്നും വലിയ VIP-ആണല്ലോ താമസിക്കുന്നത്, ഇവിടെ ഒന്നും സാധാരണക്കാർക്കോ സാധാരണ ജോലി നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടൊരു VIP ആയിട്ട് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നു, പരിചയപ്പെടുന്നു. അവിടെ ചെന്നു, എനിക്ക് തന്ന ലൊക്കേഷനിൽ ഞങ്ങളവിടെ ചെന്നു. അദ്ദേഹത്തെ ഞാൻ ഫോൺ ചെയ്തു, അദ്ദേഹം മുറങ്ങി വന്നു. അത് വലിയൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. പേൾ ഖത്തർ എന്ന് പറയുന്ന പേൾ ഖത്തറിലാണ് അദ്ദേഹം, അതിനകത്താണ് താമസിക്കുന്നത്. അദ്ദേഹം അറിഞ്ഞു വന്നപ്പോൾ എന്നെ കൊണ്ടുപോയ ബ്രദർ പറഞ്ഞു, പാസ്റ്റർ ഏതോ വലിയ ജോലിക്കാരനാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല എന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞു വന്നു, നമ്മുടെ ഈ എയർപോർട്ടിൽ നോവിച്ചാനൊക്കെ അറിയാം, ഈ എയർപോർട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്തോത്രം വിദേശ യാത്രകൾ ചെയ്തവർക്കറിയാം, നമ്മൾ അടിമുടി ചെക്കപ്പ് ചെയ്തിട്ട് കയറ്റി കൊടുക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ബാഗ് നമ്മളെ മുഴുവൻ സ്കാൻ ചെയ്തിട്ട് കയറ്റി കൊടുക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ എൻ്റെ ബാഗ് ആദ്യം സ്കാൻ ചെയ്യണം, എന്നെ മുഴുവൻ സ്കാൻ ചെയ്തിട്ട് ആ ബിൽഡിങ്ങിനകത്തോട്ട് കയറ്റി കൊടുക്കും. അപ്പം അത്രയും VIP-കൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ മനുഷ്യൻ താമസിക്കുന്നത്. എനിക്ക് മനസ്സിലായി, എന്തിനാണ് എന്നെ പ്രാർത്ഥിക്കാനോട് വിളിച്ചത്? ഇത്രയും VIP ആയിരിക്കുന്ന മനുഷ്യൻ എന്തിനാ എന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ വിളിച്ചത്? എനിക്ക് മനസ്സിലായില്ല. സ്തോത്രം. അദ്ദേഹം തന്നെ പിക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ 15ാമത്തെ നിലയിലാണ് ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ അദ്ദേഹം താമസിക്കുന്നത്. അവിടെ ചെന്നു, അദ്ദേഹം എനിക്ക് നേരെ ഓപ്പോസിറ്റ് ഇരുന്നു. വേഗം അദ്ദേഹം എനിക്കൊരു ടീ ഒക്കെ ഇട്ട് തന്നു. വൈഫ് അവിടെ ഇല്ല, വൈഫ് ദുബൈയിലാണെന്ന് എന്നോട് പറഞ്ഞു. മക്കള് ദുബൈയിലാണ്, മോനെ മെഡിസിൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല, ഡീപ്പായിട്ടൊന്നും ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. എൻ്റെ പേര് അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഇങ്ങനെ ദൈവദാസനാണ്, ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു, അല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല. ഞങ്ങളിത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയരെ ശ്രദ്ധിക്കണം, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിലും ആ ചിന്തയിൽ നിന്നാണ് ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തന്ന ഒരു അനുഭവം. എന്റെ പ്രിയരെ, ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, അദ്ദേഹം ഞങ്ങൾ തമ്മിൽ ഓപ്പോസിറ്റ്, എന്റെ നേരെ ഓപ്പോസിറ്റ് അദ്ദേഹം ഇരിക്കുന്നു. ഞാൻ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. ഈ മനുഷ്യൻ എന്താ പറയട്ടെ, ഈ അവൻ ശരീരം മുഴുവൻ എടുത്ത് കൊടഞ്ഞ് എനിക്ക് തോന്നി ഇദ്ദേഹം സെറ്റിയുടെ അവിടെ മറിച്ചു പോകും. എനിക്ക് തോന്നി അത്രയധികം ആത്മശക്തിയിൽ ആരാധിക്കുക. എനിക്ക് നാണം തോന്നിപ്പോയി. കാരണം പാസ്റ്റർമാർ അന്യഭാഷ പറയുന്നില്ല, പാസ്റ്റർമാർക്ക് ഇതിൽ കുറവായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഈ മനുഷ്യൻ ഇരുന്ന സെറ്റിയിൽ ഇങ്ങനെ തെറിക്കുക, ആത്മനിറവിൽ നിർത്തുന്നില്ല മനുഷ്യൻ. ഞാൻ നിർത്തിയിട്ട് നിർത്തുന്നില്ല. ആരാധന. എന്റെ പ്രിയരെ, ജസ്റ്റ് 1-2 സ്തോത്രം പറഞ്ഞ് തുടങ്ങിയുള്ളൂ, ഈ മനുഷ്യരൊന്ന് പിടിവിട്ട് ആരാധിക്കുക. എനിക്ക് ആരാധന ഭയങ്കര സന്തോഷമാണ്. നന്നായി ആരാധിക്കുന്നതോട് ചേർന്ന് എത്ര മണിക്കൂർ ആരാധിച്ചാലും എനിക്കൊരു മടുപ്പില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല എനിക്ക് ഇഷ്ടമുള്ള മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ് ആരാധിക്കുന്ന ദൈവമക്കളോട് കൂടെ ഇരുന്ന് ആരാധിക്കുന്നത്. എന്റെ അനുഭവം, എന്റെ വ്യക്തിപരമായ അനുഭവം. അപ്പൊ ഈ മനുഷ്യനെ എനിക്ക് മനസ്സിലായി, നമുക്ക് പറ്റിയൊരു പാർട്ടിയാണ്. ചേരിക്കങ്ങ് ആരാധിച്ചു 1.5 മണിക്കൂർ ആരാധിച്ച് കഴിഞ്ഞിട്ട് ദൈവാത്മാവിന്റെ ചില ദൂതുകൾ കൈമാറുവാൻ എന്റെ മക്കൾ തോന്നും. ഞാൻ ആ ദൂതുകൾ അതിൽ കൈമാറി. ഈ ദൂതുകൾക്ക് മുമ്പ് ഇദ്ദേഹം വീണ്ടും ആരാധിക്കുക. ദൂതുകൾ കേട്ടിട്ടോ അദ്ദേഹം ആരാധിക്കുകയാണ്. അപ്പോ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് 2-2.5 മണിക്കൂർ സമയം, ഞാനൊരു 1/2 മണിക്കൂറത്തേക്കാണ് പോയത്. പക്ഷേ
ഞങ്ങൾ രണ്ടുപേരും കൂടെ യോഗ തീർന്നപ്പോൾ 2.5 മണിക്കൂറോളായി. രണ്ടുപേരേ ഉള്ളൂ. യോഗ തീർന്നപ്പോൾ 2.5 മണിക്കൂറായി. പ്രാർത്ഥന അമ്മാവിലൂടെ പോരാട്ടമാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പൊസിഷനൊക്കെ ഞാൻ ചോദിച്ചു. സാറെന്താ ജോലി ചെയ്തു? പറഞ്ഞു ദോഹ ബാങ്കിന്റെ ഹെഡാണ്. ഇതിന്റെ ബ്രാഞ്ച് കുവൈറ്റിലുണ്ട്, ദുബൈയിലുണ്ട്. ഇതിന്റെ എല്ലാ ഹെഡാണ് ഈ പുള്ളി. അദ്ദേഹത്തിന്റെ 1 മാസത്തെ സാലറി കേൾക്കണം, 24 ലക്ഷം രൂപ 1 മാസത്തെ സാലറി. ഈ മനുഷ്യരാണ് ഈ സെറ്റി പൊളിച്ച് ആരാധിക്കുന്നത്. നമുക്കിവിടെ ഒന്നുമില്ലാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക. എന്നോട് പിണങ്ങരുത്. നിനക്ക് നന്മ വരുമ്പോൾ നീ അടങ്ങിയിരിക്കരുത്. നീ വിട്ടുകൊടുത്ത ദൈവത്തെ ആരാധിക്കുന്തോറും ആ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്ററെ എന്റെ കഴിവല്ല. എന്നിട്ട് ഞാൻ ആ മനുഷ്യൻ ചോദിച്ചു, സാർ എങ്ങനെ ഇവിടെ ഇന്നലെ വന്നത്? ഒരു മലയാളിയാണ്, ഈ കേരളക്കാരനാണ്, റാന്നിയിലുള്ള ആളാണ്, പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ എന്റെ അപ്പൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് 80-ലധികം വയസ്സ് പ്രായമുള്ള അപ്പന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമില്ല, എന്റെ അപ്പൻ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് 400 രൂപ മാസം ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന എന്റെ അപ്പൻ, കർത്താവിന്റെ വിളി അദ്ദേഹത്തിന് മേലുണ്ടായി. അദ്ദേഹം ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. പാസ്റ്ററെ ഞങ്ങൾ ആദ്യം എൻ്റെ അപ്പൻ അന്ന് ഞാൻ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. ആ മകൻ പറയുകയാണ്, സഹോദരൻ സാറിനോട് പറയുക, ഞാൻ പഠിക്കുന്നൊരു കുഞ്ഞാണ്. സ്തോത്രം. എൻ്റെ അപ്പന് ആദ്യത്തെ ഞായറാഴ്ച സഭായോഗം ഒരു വർഷത്തെ എങ്ങാണ്ട് ബൈബിൾ കോളേജിലെ പഠനത്തിന് ശേഷം നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞു, ജോർജ് കുട്ടി എന്നാ പാസ്റ്ററുടെ പേര്, ജോർജ് കുട്ടി നീ കാണിക്കുന്ന അബദ്ധമാണ്, മണ്ടത്തരമാണ്. ഈ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും? ഈ പിള്ളേരെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? നിനക്ക് ഇത്രയും നല്ലൊരു ജോലിയുണ്ട്, നാളെ നിനക്ക് പ്രൊമോഷൻ കിട്ടാൻ ഒത്തിരി സാധ്യതയുള്ള ജോലിയാണ്, കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ്. ഇന്ന് 400 ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു 4 ലക്ഷം രൂപയുടെ ശമ്പളം കൂട്ടിക്കോ. അത്ര ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ജോലി റിസൈൻ ചെയ്തിട്ട് കർത്താവിന്റെ വേലയ്ക്ക് കൊണ്ടിറങ്ങി തിരിച്ചു. കേൾക്കണമേ, 1 വർഷം പഠനം കഴിഞ്ഞപ്പോ അവൻ ഒരു ചർച്ചിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഈ പാസ്റ്റർ ഈ ദേവദാസൻ ചെന്ന സഭയുടെ ചാർജ് എടുത്തപ്പോൾ ആദ്യത്തെ ഞായറാഴ്ച സ്വോത്ര കാഴ്ചയും ദശാംശം എല്ലാം കൂടെ കിട്ടിയത് 7 രൂപയാണ്. 70 രൂപയല്ല, 7 രൂപ. അവൻ ആ മനുഷ്യൻ എന്നോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകിയിട്ട് പറഞ്ഞു, എന്റെ അപ്പൻ കർത്താവിന്റെ വേദിക്ക് വേണ്ടി നിഷ്കളങ്കമായി നിന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിച്ചു, നിന്നെ പഠിപ്പിച്ചൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരനാക്കിയത് സുവിശേഷ വേല ചെയ്യാനല്ല. നിന്നെ ഞങ്ങൾ ജോലിക്കാരനാക്കിയത് മാന്യമായിട്ട് നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ പഠിപ്പിച്ച് അവർക്കൊരു നല്ല സ്ഥാനവും മാനവും ഉണ്ടാകേണ്ടതിന്. വീട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ ദൈവവിളിയിൽ ഇദ്ദേഹം പൂർണ്ണമായി സമർപ്പിച്ചു പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. ആ 7 രൂപ കൊണ്ട് ഞങ്ങൾ അന്ന് കഴിഞ്ഞുകൂടി. പാസ്റ്ററെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനുണ്ട്, അദ്ദേഹത്തിന്റെ സിസ്റ്ററുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ മനുഷ്യൻ നാട്ടുകാർ വീട്ടുകാർ ചോദിച്ചു, എങ്ങനെ നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും ജോർജ് കുട്ടി എന്ന് ചോദിച്ചപ്പോൾ എന്നെ വിളിച്ച ദൈവം എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ടു. കേൾക്കണമോ? 24-ാമത്തെ വയസ്സിൽ ഈ മകൻ, ഞാൻ ഈ പരിചയപ്പെട്ട ഈ ബാങ്കിന്റെ ഏറ്റവും ഹെഡായിരിക്കുന്ന ഈ മനുഷ്യൻ, ഹല്ലേലൂയ, 24-ാമത്തെ വയസ്സിൽ PhD പാസ്സായി. ഫസ്റ്റ് ചാൻസിൽ തന്നെ. മനസ്സിലാകുന്ന സ്വപ്നം ചെയ്താൽ എങ്ങനെ അവന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു ചോദിച്ചില്ലേ? പഠിപ്പിച്ചവരുടെ മുമ്പിൽ തലമുറകളെ നിരത്തി നിർത്തി. മൂത്തമോൻ അമേരിക്കയിലാണ്, അദ്ദേഹം ഉന്നതമായി പൊസിഷൻ ജോലി ചെയ്യുന്നു. അവൻ ഈ ദൈവദാസൻ പറഞ്ഞു, ചോദിച്ചവരോടൊക്കെ പറഞ്ഞു, എന്റെ തലമുറയെ പഠിപ്പിക്കുന്നത് ഞാനല്ല, എന്നെ വിളിച്ചിറക്കിയ ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്നിട്ട് അദ്ദേഹം എന്നോട് സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ
ഞാനൊരു മലയാളിയാണ്. അവൻ എന്റെ തൊട്ട് കീഴിലുള്ള ഈജിപ്ഷ്യനാണ് ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് കീഴിൽ വേറൊരു മുസ്ലിം രാജ്യത്തിന്റെ അവനൊരു ആളാണ് ജോലി ചെയ്യുന്നത്. എന്നെ ഈ സ്ഥാനത്തുനിന്ന് ദൈവം എന്നെ ആക്കി വെച്ച ഈ സ്ഥാനത്തുനിന്ന് എന്നെ വലിച്ചിറക്കാൻ ഇവന്മാര് ശ്രമിക്കാമെന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൊണ്ട് മാത്രം ഇവിടെ ഇരിക്കുന്നത്, എന്നെ ശക്തനാക്കണമെന്ന് ഇന്ന് പകർന്നിരിക്കുന്ന ദൈവമക്കൾ ഞാൻ ദൈവാത്മാവ് ദൂത് പറയാം. അവൻ നിന്നെ ശക്തനാക്കുന്നു. ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെല്ലാം നിനക്കെതിരെ നിന്ന് പോരാടിയാലും അവരൊന്നും ജയിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് പറഞ്ഞ രാത്രി ഈ വചനത്തിൽ ഏറ്റെടുത്ത് ആത്മാവിൽ സ്തോത്രം ചെയ്യുക. നിന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. നിന്റെ പോരായ്മകളെ നികത്തുന്ന ഒരുവനുണ്ട്. നിനക്ക് അറിവ് തരുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് കഴിവ് തരുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ തന്റെ അനുഭവത്തിൽ തരികയാ. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എന്നിലൂടെ രോഗി സൗഖ്യമാകുന്നുണ്ടെങ്കിൽ, എന്നിലൂടെ ഭൂതം വിട്ടുപോകുന്നുണ്ടെങ്കിൽ, എന്നിലൂടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എന്നിലൂടെ സഭ സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എന്നിലൂടെ അത്ഭുതം നടക്കുന്നുണ്ടെങ്കിൽ, അവന്റെ കഴിവല്ല, എന്നെ ശക്തനാക്കുന്നവനാണ്. ദൈവത്തിന്റെ മക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ നിങ്ങളെ ആശ്രയിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ ആശ്രയിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പണത്തിൽ ആശ്രയിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കരുത്. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു, ആശ്രയിച്ചാൽ അവൻ ഒരിക്കലും കൈവിടാത്തൊരു ദൈവമുണ്ട്. അവനിൽ ആശ്രയിക്കുന്നവരുടെ ദൈവത്തെ വാഴ്ത്തുക. എന്നെ കാരാഗ്രഹത്തിനകത്തും എന്നെ ശക്തനാക്കുന്നവൻ, അവൻ കപ്പച്ഛേദത്തിൽ അകപ്പെട്ടിട്ടും എന്നെ ശക്തനാക്കുന്നവൻ, പട്ടിണി കിടന്നിട്ടും അവിടെയും എന്നെ ശക്തനാക്കുന്നവൻ, നഗ്നനാകേണ്ടി വന്നിട്ടും അവിടെയും എന്നെ ശക്തനാക്കുന്നവൻ, ഉപദ്രവം നേരിട്ടപ്പോൾ തകർന്നു പോകാതെ എന്നെ നിർത്തിയവൻ എന്നെ ശക്തനാക്കുന്നവനാണ്. ഉറപ്പുതരുന്ന വചനം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ വായിച്ച് ധ്യാനിച്ചിട്ട് വേണം ഈ വാക്യം വായിക്കാൻ. അല്ലാതെ ഈ വാക്യം മാത്രം വായിച്ചാൽ കാര്യം നടക്കുകയില്ല. മുമ്പിൽ അവൻ എഴുതി, തന്റെ അനുഭവങ്ങൾ എഴുതി, അവൻ താൻ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങൾ എഴുതിയിട്ട് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ. നമ്മളെന്ത് ചെയ്യേണ്ട, മുകളിൽ വായിക്കരുത്, താഴെ വായിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒറ്റ വാക്യം വായിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് സാക്ഷ്യത്തിൽ പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്തുവാണെന്ന് ABCD നമുക്കിട്ട് അറിയത്തില്ല. അങ്ങനെ ആകരുത്. മുമ്പിൽ താൻ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങൾ എഴുതിയിട്ട് പറയുകയാണ്, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഇതിനെല്ലാം ഉയർച്ചയിലും താഴ്ചയിലും, ജീവിതത്തിന്റെ കഷ്ടതയിലും ശോധനയിലും, അവൻ ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും, അവൻ ഞാൻ അനുഭവിച്ച എല്ലാ മേഖലകളിലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. രാത്രി ഞാൻ ദൈവാലോചന ദൈവസഭയോട് പറയുന്നു, അവൻ നിങ്ങളെ ശക്തനാക്കുന്നവരും നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരും രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവൻ കഴിവില്ലാത്തവനെ കഴിവ് പകരുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ബലഹീനതയിൽ ബലം പകരുന്ന ദൈവം നിങ്ങളുടെ ഒപ്പമുണ്ട്. ഫിലിപ്പിയരോട് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എങ്കിലും ഫിലിപ്പിയരോട് പറയുക, ഫിലിപ്പിയരെ എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അപ്പൊ രണ്ട് വിധത്തിലുള്ള കൂട്ടായ്മ. ഒന്ന്, ശാരീരികമായി അവർ ആ ദൈവദാസന് കൊടുക്കേണ്ട ഒരു കൂട്ടായ്മയുണ്ട്, അല്ലെ? സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മ, കൈത്താങ്ങലിന്റെ ഒരു കൂട്ടായ്മ, അവൻ സാമ്പത്തിക ഒരു കൂട്ടായ്മ. ഒപ്പം ആ പൗലോസിന് ഫിലിപ്പിയർ കൊടുത്തത് ഒരു ആത്മീക കൂട്ടായ്മ. നിങ്ങളുടെ ദൈവത്താക്കപ്പെട്ട ദൈവദാസന് രണ്ട് കൂട്ടായ്മ ആവശ്യം.
ആ ദൈവദാസന കുടുംബത്തിന് അവൻ നിങ്ങളുടെ ആത്മീയ കൂട്ടായ്മ വേണം. ഒപ്പം പറഞ്ഞേ, നിങ്ങൾ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. നല്ല ദൈവമക്കൾ ഇവിടെ ഉള്ളത്. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്, നിങ്ങളെ ഉറപ്പിക്കേണ്ടതിന് പറയുന്നു, ആത്മീയ കൈത്താങ്ങൽ മാത്രം പോരാ, ഭൗതികമായി നല്ല കൈത്താങ്ങൽ. ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ അവർ പൗലോസിന് എന്ത് കൊടുത്തു? അവൻ എന്റെ കഷ്ടതയിൽ നിങ്ങൾ എന്ത് ചെയ്തു? കൂട്ടായ്മ കാണിച്ചു. ഫിലിപ്പിയിലെ സുവിശേഷ ഘോഷണത്തിന്റെ, പൗലോസ് പറയുന്നു, സുവിശേഷത്തെ ഘോഷിക്കാൻ തുടങ്ങിയതിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയയിൽ നിന്ന് പുറപ്പെട്ടാറ് നിങ്ങൾ ഫിലിപ്പിനെ കുറിച്ച് പ്രശംസിച്ച് പറയുകയാണ്. നാം ഇവിടെ എന്തെങ്കിലും ദൈവത്തിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളുകളിൽ പ്രശംസിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്വന്തം ചെയ്താല് നമുക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്താൽ, മനസ്സിലായോ? ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും വേണ്ടി ചെയ്താൽ വലിയ പ്രശംസയൊന്നും അവസാനം പറയും അയാളെടുത്ത് രവിയാഗിരിക്കുകയായിരുന്നു. അയാൾ ആർക്കെല്ലാം കൂടെ വാരിക്കൂട്ടി ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താൽ, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിട്ടാൽ, മറ്റുള്ളവർക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുത്താൽ അവർ പറയും ആ ദൈവദാസൻ ഒരു അനുഗ്രഹമായി. ദൈവത്തിന് സ്തോത്രം ചെയ്താല് അതിന്റെ പൗലോസ് അവിടെ പറയുന്നത് ഒന്നുകൂടെ വാക്യം വായിച്ച്, പ്രിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് ആരും കൂട്ടായ്മ. ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ പൗലോസിന് നല്ല കൂട്ടായ്മയുടെ വാലങ്കരം കൊടുത്തു. വായിച്ചോ എന്ന് നിങ്ങൾ പറയുന്നു. ചെയ്യുമ്പോൾ ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ എന്ത് ചെയ്തു? തന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ച് തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. അടിവരയിടണം. ഒരു ദൈവദാസൻ പ്രവാചകൻ, പൗലോസ് ഒരു പ്രവാചകനാണ്, പൗലോസ് ഒരു അപ്പോസ്തലനാണ്, പൗലോസ് ഒരു സുവിശേഷകനാണ്, പൗലോസ് ഒരു ഇടയനാണ്, പൗലോസ് ഒരു ഉപദേഷ്ടാവാണ്. 5 വിധ ശുശ്രൂഷകളും ഒരു കുറവുമില്ലാതെ ചെയ്തൊരു ദൈവമനുഷ്യൻ ആര്? പൗലോസ്. പൊതുവെ നമ്മൾ പറയും അദ്ദേഹം ആരായിരുന്നു? അപ്പോസ്തലനായിരുന്നു. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം പഠിച്ചാൽ പൗലോസ് ആരായിരുന്നു? ഒരു പ്രവാചകനായിരുന്നു. ഒന്ന് സ്വതന്ത്രം ചെയ്ത് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 13-ന്റെ 1-2 വാക്യങ്ങൾ പെട്ടെന്ന്. അംഗീകൃത സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരൻ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ ആരാണ് ഈ പുള്ളി? പൗലോസ് ആരായിരുന്നു? ഒന്ന് ഉറക്കം പറഞ്ഞേ. അദ്ദേഹം തികഞ്ഞൊരു ഉപദേഷ്ടാവായിരുന്നു, അദ്ദേഹം തികഞ്ഞൊരു ഇടയനായിരുന്നു, അദ്ദേഹം തികഞ്ഞ ഒരു സുവിശേഷകനായിരുന്നു, അദ്ദേഹം തികഞ്ഞ ഒരു ഉപദേഷ്ടാവായിരുന്നു, അദ്ദേഹം തികഞ്ഞ ഒരു പ്രവാചകനായിരുന്നു. ഒന്ന് കരമേർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പുതിയ ദൈവസഭയുടെ കുറവ് തീർക്കാൻ, അവൻ കല്ലൊരു പോരായ്മകളെ നികത്താൻ ദൈവസഭയ്ക്ക്, പുതിയ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന ആ 5-fold മിനിസ്ട്രി, ആ ശുശ്രൂഷ ഒരുപോലെ തികച്ച ഒരു ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. അപൂർവം ചിലരെ ഉള്ളൂ ആ വിധത്തിൽ 5 വിധ ശുശ്രൂഷകളും കൈകാര്യം ചെയ്തത്. പൗലോസ് ഈ 5 വിധ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിനാൽ അവൻ സുമഷ്ടനായിരുന്നു. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, സ്തോത്രം, ആത്മാവിൽ പ്രവചന ദൂത് പോലെ ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് പറയുന്ന വാക്കൊന്നും കൂടെ വായിക്കേണ്ടത്. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. കേട്ടോ, നിങ്ങൾ ചിലവിട്ടില്ലേ? എന്റെ ബുദ്ധിമുട്ടിൽ എന്നെ സഹായിച്ചില്ലേ? നിങ്ങൾ അയച്ചു തന്നില്ലേ? എന്നിട്ട് പൗലോസ് പറയാ, നിങ്ങളുടെ, ഞാൻ ഒന്നും കൂടെ ഒരു വാക്കുകൂടെ കടന്നു പറയാം, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്കും
തലമുറകളുടെ തലമുറകൾക്കും ഇത് ദൈവം കണക്കിടും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് മാത്രമല്ല, കർത്താവിന് വേണ്ടി അവൻ ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്തത്, ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കാൻ കൊടുത്താൽ എന്റെ കർത്താവ് പറഞ്ഞു, അതിന് ഞാൻ പ്രതിഫലം തരാതിരിക്കുകയില്ല. എന്റെ കർത്താവ് പോഷകം അറിയാത്ത ദൈവമായതുകൊണ്ട് കർത്താവിന്റെ നാമത്തിനും കർത്താവിന്റെ വേലയ്ക്കും കർത്താവിന്റെ സഭയ്ക്കും നിങ്ങൾ എന്തെങ്കിലും മനസ്സറിഞ്ഞ് ചിലവിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം അത് മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. അത് നിങ്ങൾക്ക് ദൈവം കണക്കിടും. നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം കണക്കിടും. നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് ദൈവം കണക്കിടും. എനിക്ക് അദ്ദേഹത്തിന് ഇതൊന്നും ആരും പറഞ്ഞു തരാനില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്ന് നാളെ ആരും പറയരുത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ അവൻ ദൈവാത്മ പറയുക, നിങ്ങളുടെ കണക്കിലേക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണക്കിലേക്ക്. എനിക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളിയെ കർത്താവ് എനിക്ക് കൂട്ടായിട്ട് തന്നു. സ്തോത്രം. 96 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. കർത്താവിന്റെ വേലയിൽ ഞാൻ ആയിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ദാസിയെ വിവാഹം കഴിക്കുന്നത്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയെ ദൈവം എനിക്ക് കൂട്ടായി തന്നു. എനിക്ക് ഏറ്റവും അനുഗ്രഹമായ എന്റെ ശുശ്രൂഷയോടെ എന്റെ ദൈവം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കരുത്തായി തീർന്നത് എന്റെ ജീവിത പങ്കാളിയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസി, കരയുന്ന ഒരു ദൈവദാസി, കൂടെ നിൽക്കുന്ന ഒരു ദൈവദാസി, ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഇല്ലായ്മയിലും ശൂന്യതയിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിയുകയില്ല. ഞങ്ങള് കാഞ്ഞിരപ്പുഴ സഭയിൽ ആണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭം. ബിൻസിയുടെ ചർച്ചയിലിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 95-ലാണ് ബിൻസിയുടെ ചർച്ച എന്ന് പറയുമ്പോൾ ഇന്ന് ഈ സഭയാണ് ബിൻസിയുടെ മാതൃസഭ. കാഞ്ഞിരപ്പുഴ സഭ. ബിൻസി എന്ന് ഞങ്ങളോട് സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് ആണോ അതോ സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് ആണ്? യെസ്. ബിൻസി ഞങ്ങളെ ചർച്ചിന്റെ ശുശ്രൂഷയിൽ ചെല്ലുമ്പോൾ ബിൻസി അവിടെ ചർച്ചിന്റെ സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് ആണ്. സ്തോത്രം. 96-ലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ഞെരുക്കങ്ങളിലൂടെ ഞങ്ങൾ കടന്നു. ആ ചർച്ചിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ കടന്നുപോയി. സ്തോത്രം. ഞങ്ങളുടെ മൂത്ത മോൻ ഞങ്ങൾക്ക് ജനിക്കുന്നതും ആ ചർച്ചിൽ വെച്ചാണ്. 97-ലാണ് അവന്റെ ജനനം. 96 ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. 97-ൽ ഞങ്ങൾക്ക് മൂത്ത മോൻ എബ്രഹാമിനെ ദൈവം തരുന്നു. അവരിന്ന് പറയാം, ആ ഭാഗത്തേക്ക് വരാം. എന്നാൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയരെ, അമ്മയുടെ പാലവനെ പിടിക്കാനില്ല. സ്തോത്രം. കാശ് കൊടുത്ത് പാല് മേടിച്ച് പാല് കൊടുക്കാൻ അന്ന് കാര്യമായ പൈസയും കയ്യിലില്ല. അവൻ 3 മാസമുള്ളപ്പോൾ എൻ്റെ ഭാര്യ ചിലയിടങ്ങളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഞാനത് ഓർക്കുന്നത്, ഞാനതെല്ലാം മറന്നുപോയി. അവൻ എൻ്റെ ഭാര്യ സാക്ഷ്യം പറയും, 3 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിന് കോരി കൊടുക്കാൻ അവൻ കുറുക്കില്ല കൊടുക്കാൻ, അവൻ ലാക്ടോജിനില്ല കൊടുക്കാൻ, അവൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒന്നും കൊടുക്കാനില്ല. കട്ടൻ ചായ കൊടുക്കും. 3 മാസം പ്രായമുണ്ടായിരുന്ന എന്റെ മൂത്ത മോൻ ഇബ്രാഹിമിന് കോരിക്കൊടുത്തത് കട്ടൻ ചായയാണ്. സ്തോത്രം. ഞങ്ങൾ അവിടെ കൂടുതൽ കഴിച്ചിട്ടുള്ളത്, കാഞ്ഞിരപ്പുഴ ചർച്ചിൽ ഞങ്ങൾ കൂടുതൽ അവിടെ ഇരിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളത്, അവിടെ തൊട്ടടുത്ത് ബിൻസിയുടെ വീടിനൊക്കെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു മാടക്കടയുണ്ട്. അവിടെ നല്ല പച്ചക്കപ്പ കിട്ടും. സ്തോത്രം. ആ പച്ചക്കപ്പയും അവിടെ കിട്ടുന്ന ഈ പഴയ ആളുകൾ ഇപ്പോഴും ആളുകൾ അത് ഉപയോഗിക്കാനില്ലെന്ന് പറയുന്നില്ല. ഈ സ്രാഗിന്റെ കട്ടിയുള്ള മാംസമല്ല, ചെറിയ ഈ എന്താ പറയുക, പാട പോലെ ഇരിക്കുന്ന ഒരു സൈസ് മീനുണ്ടല്ലോ, ചെറിയ സ്രാഗിന്റെ, അത് ഞങ്ങൾക്ക് കിട്ടും. അന്ന് കപ്പ 1.5 രൂപയും കൊണ്ട് കൊടുത്താൽ മതി. ഈ മീനിന് അവൻ 100 ഗ്രാമിന് 2.5 അങ്ങനെയാണ് കൊടുത്താൽ മതി. അത് വാങ്ങിക്കും. ഞാനൊരു വൈഫും കൂടെ തോത്രം പറഞ്ഞ് അത് കഴിക്കും. ഉച്ചയ്ക്ക് അത് കഴിക്കും, വൈകിട്ട് അത് കഴിക്കും. ഞെരുക്കായിരുന്നു, ബുദ്ധിമുട്ടായിരിക്കുന്നു. ഞാൻ പറയട്ടെ, 3-4 മാസം പ്രായം ഞങ്ങളുടെ കുഞ്ഞിന്റെ വായിൽ കപ്പ തൊണ്ടി കൊടുക്കും. ഞങ്ങളുടെ അനുഭവം. ഞങ്ങൾ ചർച്ചയിൽ ആരോടും പറഞ്ഞില്ല, ബിൻസിയുടെ പപ്പയോട് പറഞ്ഞില്ല, ബിൻസിയുടെ കുടുംബക്കാരോട് പറഞ്ഞില്ല, ആരോടും ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളുടെ ഇല്ലായ്മ ഞങ്ങൾ കർത്താവിന് വേണ്ടിയിട്ടുണ്ടോ. ഇന്നവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അത് വേറെ കാര്യം. ദൈവം അവനെ വളർത്തി. അവൻ ആർക്കും കിടക്കാനല്ല കേട്ടോ. ഒന്ന് സ്വന്തം ചെയ്താട്ടെ. എന്റെ വൈഫ് എന്റെ കൂടെ നിന്നു. പരാതി പറഞ്ഞില്ല, പരിഭവം പറഞ്ഞില്ല. എന്റെ കൂടെ നിന്നു. എന്റെ കഷ്ടതയിൽ എന്റെ കൂടെ നിന്നു. ഞങ്ങൾ കൂടെ അവിടെ ഉപവസിക്കുമായിരുന്നു. 40 ദിവസം ഉപവാസം, 21 ദിവസം ഉപവാസം. അവൻ ആ ഉപവാസങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞുമനുഷ്യനാണ്. ബിൻസിയുടെ ഒക്കെ കസിനാണ്. അദ്ദേഹം യുഎസിലാണ്. അദ്ദേഹം കുടുംബമായിട്ട് ഇവിടെയാണ്. സ്തോത്രം. ഞങ്ങളോടൊപ്പം അവൻ ഉപവസിക്കാൻ കുഞ്ഞുമനുഷ്യൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഉപവസിക്കും. 40 ദിവസം ഉപവസിക്കും. അവൻ കൂടുതലും
നമ്മുടെ ചർച്ചയിൽ അങ്ങനെ പറയുകയല്ല. എന്റെ ഒരു സ്വഭാവമാണ്, ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൾ ആരോടും പറയാറില്ല. ദൈവം എന്തെങ്കിലും നന്മ തന്നാലത് മാത്രമേ പറയാറുള്ളൂ. ഇല്ലായ്മയുടെ നടുവിൽ അവൻ ചിലപ്പോഴൊക്കെ വേണ്ടതുപോലെ ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് ഞാൻ അങ്ങ് ഉപവാസം എടുക്കും. അവൻ ദൈവമക്കളെ ജീവിതത്തിന്റെ കഷ്ടതയുടെ അവൻ താഴ്വരകളിലൂടെ കടന്നുപോയി, ഇല്ലായ്മയുടെ താഴ്വരകളിലൂടെ കടന്നുപോയി, ദാരിദ്ര്യത്തിന്റെ താഴ്വരകളിലൂടെ കടന്നുപോയി. എന്നാൽ ഒന്നേ ഞങ്ങൾക്ക് പറയാറുള്ളൂ, അവൻ എന്നെ ശക്തനാകും. എന്റെ ദൈവം എന്നോട് കൂടെ തന്ന ജീവിത പങ്കാളിയെ ദൈവങ്ങൾക്ക് തന്ന തലമുറകളെ അവൻ ദൈവ കൃപയിൽ ദൈവം സൂക്ഷിച്ചു. ഒരു കേട് വരാതെ ലോകത്തിൻ്റെതായി യാതൊന്നും കൊടുത്തിട്ടല്ല എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചത്. ലോകത്തിന്റെ യാതൊന്നും അവർക്ക് കാര്യമായി കൊടുക്കാൻ ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ അവൻ നന്നായി ചെയ്യുന്നൊരു ദൈവം കൂടെയുണ്ട്. ഫിലിപ്പിയുടെ ദൈവമക്കളെ പ്രശംസിച്ചുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങൾ എന്തെങ്കിലും ചെലവിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കർത്താവിൻ വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണക്കിലേക്ക് ഒരു കണക്കെഴുത്തുണ്ട് കേട്ടോ. മനസ്സിലാകുന്ന ദൈവത്തോട് സ്തോത്രം ചെയ്താണ്ട് ഞാൻ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ കണക്കെഴുതുന്ന ദൈവമുണ്ട്. പിതാക്കന്മാരെ, മാതാക്കളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ചിലവിട്ടിട്ടുണ്ടെങ്കിൽ അത് കണക്കെഴുതി വെക്കുന്നൊരു ദൈവമുണ്ട്. മറക്കരുത് കേട്ടോ. കണക്കിലേക്ക് വായിച്ചേ കണക്കിലേക്കേറുന്ന ഫലമത്ര ആഗ്രഹിക്കുന്നത്. 18-ാം വാക്യത്തിലേക്ക് വന്നിട്ട് ഫിലിപ്പിയരോട് ദൈവദാസൻ പറയുകയാണ്, ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായില്ല, ഞെരുക്കോ വല്ലതൊന്ന് സഹായിക്കണേ എന്നല്ല പറഞ്ഞേ, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത്. ഓ, നല്ല വാക്യത്തിനായി കരമുയർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഏത് വിഷയത്തിലാ? പിന്നെ ഇതുവരെ ഞാൻ പ്രസംഗിച്ചത് കേട്ടോ. ഏത് വിഷയത്തിലാ പൗലോസ് ഈ വാക്യം പറയുന്നത്? ഭൗതിക വിഷയത്തിൽ പറഞ്ഞു. ഏത് വിഷയത്തില്? ഇത് ആത്മീക വിഷയമല്ല. ആണോ ദൈവദാസനെ? അല്ല. ഇത് മുകളിലുള്ള വാക്യം വായിച്ചു വരുമ്പോഴാണ്, എടാ ഇത് ഭൗതിക വിഷയം തന്നെ, ഇത് ആത്മീക വിഷയമല്ല. ആമേൻ. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിലെ 18-ാം വാക്യത്തിൽ ഈ സമൃദ്ധി പ്രാപിച്ച ദൈവദാസൻ തന്റെ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് താൻ ഫിലിപ്പിനോട് പറയുകയാണ്, എന്റെ ബുദ്ധിമുട്ട് തീർത്ത് എനിക്ക് സമൃദ്ധി തന്ന എന്റെ ദൈവം. അല്ലേ? 19-ാം വാക്യത്തിൽ വായിച്ചു നോക്കിക്കേ. എന്റെ ദൈവമോ, എന്റെ ദൈവമോ. നോക്കണേ. നമ്മൾ വാക്യം വെറുതെ വായിച്ചു വിട്ടാക്കിയില്ല. 18-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് വേണം 19-ാം വാക്യം ധ്യാനിപ്പാൻ. സ്തോത്രം. 18-ാം വാക്യം പറയുന്നു, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത്. എന്നിട്ട് പൗലോസ് അതിനെ ആ വേണ്ടുന്നതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉറപ്പിച്ചു പറയാം, സമൃദ്ധിയായിരിക്കും. ഒന്ന് കരമുയർത്തി ആമേൻ പറയാമോ? സന്തോഷത്തോടെ ആമേൻ പറഞ്ഞാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊന്നും ദാരിദ്ര്യത്തെ കുറിച്ച് കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന വിശ്വാസം എന്തായിരിക്കും? പറഞ്ഞു, എന്നും ദാരിദ്ര്യം, എന്നും കടലായിരിക്കും, എന്നും പ്രശ്നമായിരിക്കും. പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കേണ്ട വചനം ഫിലിപ്പിയർ 4:18. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതി, നമ്മുടെ കർത്താവ് ദരിദ്രനായത് നാം ദാരിദ്ര്യത്തിൽ കിടക്കാനല്ല, നമ്മെ സമ്പന്നരാക്കാനാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് 19-ാം വാക്യം പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവമക്കളെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിച്ചത്? എന്റെ ദൈവമോ, എന്റെ ദൈവമോ. പ്രൈസ് ഗോഡ്. ഫിലിപ്പിനെ നോക്ക്. ഫിലിപ്പിനോട് പൗലോസ് പറയാ, നോക്ക്, എന്റെ ബുദ്ധിമുട്ട് തീർത്ത, എനിക്ക് സമൃദ്ധി തന്ന എന്റെ ദൈവം. മാതാക്കളെ, നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ അനുഭവിച്ച കഷ്ടതയുടെ നാളുകൾ നിങ്ങളുടെ തലമുറയോട് പറയണം. നിങ്ങൾ കടന്നുപോയ വേദനയുടെ നാളുകൾ നിങ്ങളുടെ തലമുറയോട് പറയണം. എന്നിട്ട് പറയണം,
ഈ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മുടെ ദൈവമാണ്. ഈ സമൃദ്ധി തന്നത് ഈ ദൈവമാണ്. ചട്ടക്കുടിയിൽ കിടന്ന പലരും ഇന്ന് മനോഹരമായ ടെറസിട്ട വീടുകളിൽ രണ്ടോ നിലയുള്ള വീടുകളിൽ താമസിക്കുന്നുവെങ്കിൽ അവൻ ഒന്നുമില്ലായ്മയിൽ അവൻ പച്ചമുളകും അവൻ പച്ചക്കപ്പയിൽ നിന്ന് അല്ലെങ്കിൽ അവൻ ആമിരത്തിൽ ദാരിദ്ര്യത്തിൽ കിടന്ന നമ്മെ കരം വിളിച്ചുയർത്തി ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവത്തെ നിങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല, എന്റെ ദൈവമാണ് എന്റെ കുഞ്ഞേ, എന്റെ സ്തുതിക്ക് മാത്രം വരുത്തിയവർ. അനുഭവിച്ച ജീവിതത്തിന്റെ താഴ്ച ഉയർച്ചകളെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തിട്ട് ഫിലിപ്പിയരോട് പറയുക. ഫിലിപ്പിയരുടെ ദൈവമക്കൾ പൗലോസിന്റെ ആത്മീയ സന്താനങ്ങളാ, അല്ലെ? ആത്മീയ സന്തതികളാ. പൗലോസ് അവരോട് പറയുക, എന്റെ ബുദ്ധിമുട്ട് തീർത്ത എന്റെ ദൈവം. ഇന്ന് രാത്രി ദൂത് കടന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒരു പൗരത്വം തന്നിട്ട് നിങ്ങളെ ദാരിദ്ര്യത്തിലിട്ടേക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. നിങ്ങൾക്ക് പൗരത്വം തന്നെങ്കിൽ ആ തന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് കിളിഭണ്ഡാരം തുറന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ, നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുള്ളത് മുഴുവൻ തരാൻ അവിടുന്ന് വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ചേർത്തടിച്ച് വിശ്വാസത്തോടെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ പൗലോസ് 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും നിങ്ങൾക്ക് പൗരത്വം തന്നവൻ തീർത്തു തരാൻ മതിയായവൻ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിനെ സ്തോത്രം ചെയ്യാണ്. എത്രയാണല്ലോ അല്ലേ? എന്റെ സന്ദേശം എവിടെ എത്തിയില്ല. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമാണ് ഇന്ന് രാത്രി ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് 2 ദിവസം, കുറഞ്ഞത് 2 ദിവസം ഉണ്ടെങ്കിൽ ഈ സന്ദേശം കാത്തിരിക്കുക എന്നുള്ള സന്ദേശം എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കർത്താവ് നമ്മെ ഇന്ന് രാത്രി സഹായിക്കട്ടെ. നമുക്ക് കർത്താവ് തന്റെ ചങ്കിലെ ചോര മുഴുവൻ കൊടുത്തിട്ട് ഞാനൊന്നുകൂടെ പറയും, നമുക്ക് പൗരത്വം തരാൻ കർത്താവ് ഒത്തിരി വില കൊടുത്തു വേണം. നമുക്ക് വിശദീകരിക്കേണ്ടതാണ്. അവൻ നമുക്ക് സ്വർഗീയ പൗരത്വം തരാൻ കർത്താവ് ഒത്തിരി നമ്മൾ വല്ല വില കൊടുത്തോ? ആന്റി സ്വർഗീയ പൗരത്വത്തിന് ആന്റി വല്ല വില കൊടുത്തോ? ഇല്ല, ഒന്നും കൊടുത്തില്ല. നമ്മൾ എത്ര ചെയ്തു? വിശ്വസിച്ചു, ഏറ്റു പറഞ്ഞു. നമുക്ക് എന്താ കിട്ടി? അല്ലേ നമ്മൾ വിശ്വസിച്ചു, ഏറ്റു പറഞ്ഞു. നമുക്ക് എന്താ കിട്ടി? നേർച്ചയോ കാഴ്ചയോ വഴിപാടോ ഉള്ളു നേർച്ചയോ. ഞാൻ കത്തോലിക്കലായിരുന്നപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദേവദാസൻ മുമ്പിരുന്ന വാഗമൺ അതിനടുത്തൂടെ യാത്ര ചെയ്തപ്പോ അരിത്രപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ഇവിടെ. അരിത്രപ്പള്ളി കത്തോലിക്കരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആയിരാറ്റുപേട്ടയിൽ ഞങ്ങൾ അതിന്റെ മുമ്പിലൂടെ പോയി. അപ്പൊ എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ കത്തോലിക്കലായിരുന്നല്ലോ, അരിത്രപ്പള്ളിയിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ ഒരു നേർച്ചയായിരുന്നു അരിത്രപ്പള്ളിയില്. സ്തോത്ര. അപ്പൊ ഈ മണർകാട് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, മണർകാട് പള്ളി. ആ പള്ളിയുടെ ചുറ്റും എന്നെ ഉരുളു നേർച്ച ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഉരുളു നേർച്ച അത് നിർത്തിയിട്ടുണ്ട്. അത് എന്തോ ഒരു കരപ്പൻ മാറാൻ വേണ്ടി, അങ്ങനെ എന്തോ ഒരു രോഗം മാറാൻ വേണ്ടിയിട്ടുള്ള നേർച്ചയായിരുന്നു പണ്ടേ. ഇപ്പോഴൊന്നും അല്ല കേട്ടോ. ബൈപ്പാസ് വെറുതെ ആരും ഫേസ്ബുക്കിൽ മറ്റേ പൊന്നു പോലെ ഇതൊന്നും എടുത്തൊന്നും ഫേസ്ബുക്കിൽ
ഇത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കത്തോലിക്ക സമുദായത്തിലുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. മണർകാട് പള്ളിയുടെ ചുറ്റും ഉരുള് നേർച്ച, അരിത്രപ്പള്ളിയും വേറെ നേർച്ച ഉള്ളിടത്തെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് തന്നെ. സ്തോത്രം. എന്നാൽ ഒരു ഉരുള് നേർച്ച നടത്തിയിട്ടല്ല, ഒരു വഴിപാട് നടത്തിയിട്ടല്ല. അവൻ ക്രൂശിൽ യാഗമായവന് വിശ്വാസത്താൽ അംഗീകരിച്ചതുകൊണ്ട് അവന്റെ രക്ഷകൻ, അവന്റെ കർത്താവ്, അവന്റെ ദൈവമെന്ന് ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചതാണ് സ്വർഗീയ പൗരത്വം. സന്തോഷം. ഈ വചനങ്ങൾ ദൈവജനത്തോട് പ്രസംഗിക്കുമ്പോൾ ഇത് ജീവിത അനുഭവമാണല്ലോ. സ്വതന്ത്രം. ഹല്ലേലൂയ. ഇത് ചത്ത ഞാൻ പ്രസംഗിക്കാനുള്ള ഒന്നല്ല. ഇത് ഉള്ളിടത്തോളം ശൂരോടെ പ്രസംഗിക്കണം, ഊരോടെ പ്രസംഗിക്കണം. ഹല്ലേലൂയ. ശൂദ്രമണികളെ കുറിച്ച് പറയുന്നത് പോലെ അവരാരായിരുന്നു? തറവുള്ളവരായിരുന്നു. ശുശ്രൂഷിക്കണമെങ്കിൽ തിറവോടെ ശുശ്രൂഷിക്കുക, ആരാധിക്കണമെങ്കിൽ തിറവോടെ അവൻ ആരാധിക്കുക, പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കുക. മനസ്സിലാകുന്നു? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്ക് ഈ പൗരത്വം നൽകാൻ, നമ്മെ സ്വർഗീയ പൗരന്മാരാക്കാൻ, സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ ആ സ്ഥാനം വിട്ട പദവി വിട്ട് നമ്മിലൊരുവനെ പോലെ ഈ താണലോകത്തിൽ ഇറങ്ങി വന്നു. 33 തിരുവയസ്സിൽ ആ കൽവരി കടത്തിൽ 2 കള്ളന്മാർ അർദ്ധനഗ്നനായി ശരീരം മുഴുവൻ ചപ്പമാലുള്ള തല്ലിക്കീറപ്പെട്ടവരായി കിരീടധാരികളായി 3 ആണികളിൽ മേൽ ആ ക്രൂശിന്മേൽ ഏകദേശം കുറഞ്ഞത് 6 മണിക്കൂറോളം 3 ആണികളിൽ തൂങ്ങിക്കിടന്നു. അവന്റെ ഇടത്തും വലത്തും കിടന്നവരുടെ അസ്ഥി ഒടിച്ചാണ്. മരിച്ചോ, ഇവർ മരണപ്പെട്ടോ, മരിച്ചില്ലയോ എന്ന് അവൻ പടയാളികൾ അവൻ പരീക്ഷിച്ചത് അസ്ഥി ഒടിച്ച്, കാലിന്റെ അസ്ഥി ഒട്ടിച്ചിട്ടാണ് മരിച്ചോ ഇല്ലയോ എന്ന് അവരെ ടെസ്റ്റ് ചെയ്തത്. എന്നാൽ യേശു കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അങ്ങനെ അവന് തോന്നിയില്ല. അവന്റെ കയ്യിലിരിക്കുന്ന വലിയ പടപ്പ് തണ്ടുപോലുള്ള ആ കുന്തം കൊണ്ട് ആ വിലാപിലേക്ക് കുത്തി. അവൻ ആ കുന്തത്തിന്റെ ആ കൂർത്തുമൂർത്ത മുനകൾ അവൻ ആ വിലാപം തുളച്ച് അവൻ ആ കരളിനെ മുറിച്ച്, ഹാർട്ടിനെ മുറിച്ച്, അവൻ ഉള്ളിൽ നിന്നും രക്തവും വെള്ളവും കൂടെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയി കഴിയുമ്പോൾ അവസാനം വരുന്നതാണ് വെള്ളം. എന്റെ കർത്താവിന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ശേഷിക്കാതെ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഒഴുകി അവസാനം വെള്ളവും കൂടെ പുറത്തേക്ക് വന്നു. എന്റെ പ്രിയരെ, ഇന്ന് പകൽ എനിക്ക് നിങ്ങൾക്കും ഈ പൗരത്വം നൽകാൻ എന്റെ കർത്താവ് ഒത്തിരി വില കൊടുത്തു കേട്ടോ, ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചു കേട്ടോ. നമുക്ക് ഈ പൗരത്വം ലഭിച്ചതിനെ കുറിച്ചുള്ള ഗൗരവം പലപ്പോഴും നമുക്ക് അറിയത്തില്ല. യേശുപ്പച്ചൻ പറയും, കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി വില കൊടുത്തത്, ഒത്തിരി ത്യാഗം സഹിച്ചത്, ഒത്തിരി വേദന സഹിച്ചത്, ഒത്തിരി അപമാനം സഹിച്ചത്, ഒത്തിരി പരിഹാസങ്ങൾ സഹിച്ചത് നീ എന്റെ മറുവിടത്തിലാണ്. ആദാമിന്റെ വാരിയെല്ലുകളിൽ ഒന്ന് മുരിയെടുത്ത് അവന് ഹവ്വായെ ഉണ്ടാക്കി കൊടുത്തതുപോലെ കാൽവരി കുലക്കളത്തിൽ പിതാവ് അമ്മയോ ഓമനപുത്രനായ ഒടുക്കത്തെ ആദാമിനെ ഉറക്കി കിടത്തി അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് ആദാമിൻ മുരിയെടുത്തതുപോലെ എന്റെ കർത്താവിന്റെ മറുവിടത്തിൽ നിന്ന് പുറത്തു വന്നതാണ് ദൈവത്തിന്റെ സഭ. വാരിയെല്ലുകളിൽ ഒന്ന് മുരിയെടുത്ത് ഹവ്വായെ അവൻ ആദാമിനെ നിർത്തിയതുപോലെ ഒടുക്കത്തെ ആദാമിനെ കാൽവരി കുലക്കളത്തിൽ ഉറക്കി കിടത്തി അവന്റെ വാരിയെല്ലുകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങിയ ചോരയാൽ വീണ്ടെടുത്തതാണ് പൗരത്വം ലഭിച്ച ദൈവത്തിന്റെ മക്കൾ. നാം സ്വർഗീയ പൗരന്മാരാണ്. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. നാം ചെറിയവരല്ല കേട്ടോ. ഞാൻ നിങ്ങൾ അധികാരത്തോടെ നടക്കണം, ആ പദവിയോടെ നടക്കണം. ഹല്ലേലൂയ. ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സ്വർഗീയ പൗരത്വം ലഭിച്ച സ്വർഗീയ പൗരനാണ്. പൗലോസ് പറയുന്നു, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ നമ്മൾ ആരാണ്? സ്വർഗീയ വിളി. നിസാരല്ല കേട്ടോ. കൃപയാ ഈ പദവി തന്ന ദൈവത്തിന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 3:20 ഫിലിപ്പിയർ 3:20
പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അടുത്ത വാക്ക്, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന്. നമ്മുടെ ആത്മീയ ചിന്ത എന്താ? യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ദാവീദിനെ കുറിച്ച് രാവിലെ ഞാൻ നിങ്ങളോട് അല്പസമയങ്ങൾ സംസാരിച്ചു. രണ്ടാമത് ഫിലിപ്പ് ലേഖനത്തിൽ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നിന്നാണ് അവൻ ഇന്ന് പകൽ, അവൻ ശേഷിച്ച സമയവും ഇന്ന് രാത്രി സമയവും ഞാൻ നമ്മോട് സംസാരിച്ചത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് കർത്താവായ സുരക്ഷിതമായി വരുമെന്ന് നാം ക്ഷണിക്കരുത് കേട്ടോ. ഈ കാത്തിരിപ്പിൽ പലരും ക്ഷണിച്ചുപോയി. കാത്തിരുന്ന പലരും എന്ത് ചെയ്തു? മടുത്ത് പിന്മാറിപ്പോയി. പലരും ലോകത്തിലേക്ക് പോയി, പലരും ഭൗതികത്തിലേക്ക് പോയി, പലരും പിശാചിന്റെ പുറകെ പോയി. വേണ്ട, നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വരാറായി, കാഹളം മുഴങ്ങാറായി. സംഭവങ്ങൾ മുഴുവൻ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ പ്രേമകാന്തൻ, നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. സന്തോഷത്തോടെ കർത്താവ് നന്ദി പറഞ്ഞാണ്. എനിക്ക് പൗരത്വം എന്റെ കർത്താവ് എന്നെ ചേർക്കാൻ മടങ്ങി വരാറായി. നമുക്ക് പൗരത്വം നമ്മുടെ പ്രാണപ്രിയൻ നമ്മെ ചേർക്കാൻ മടങ്ങി വരുവാറായി. അവൻ വരാറായി. നമുക്ക് ഇന്ന് രാത്രി ഒന്നുകൂടെ ഒരുങ്ങാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂത ശബ്ദത്തോടും Dios
എന്നോട് ഒരു വാക്കെങ്കിലും വചനത്തിലൂടെ ഇടപെട്ടു ബോധ്യമുള്ളവർ മാത്രം നിങ്ങളുടെ വലങ്കരമായി ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ നിങ്ങളോടൊപ്പം അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. വചനം ദൈവമാണ്, വചനം ദൈവത്തിന്റെ അരുളപ്പാണ്. വചനത്തിലൂടെ നിങ്ങൾ ഇടപെട്ടെങ്കിൽ അത് നിങ്ങളോടുള്ള പ്രവചനമാണ്. നിങ്ങളുടെ വിശ്വാസ തലത്തിലെത്തുക. നിശ്ചയമായി നമ്മുടെ കർത്താവ് കാത്തിരിക്കുന്ന നമ്മെ ചേർക്കാൻ മടങ്ങുവാനാണ്. കർത്താവിന്റെ വരവിൽ നമുക്ക് ഒരുമിച്ച് നൃത്തത്തിൽ കാണുവാൻ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഇനി ഇതുപോലുള്ള മീറ്റിങ്ങുകൾ ദൈവത്തിൽ ഒരുക്കപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണുവാൻ ശുശ്രൂഷയിൽ നമുക്കൊന്നിച്ച് പങ്കെടുക്കുവാൻ ദൈവം അവസരം ഒരുക്കട്ടെ. ഈ പകലും രാത്രിയിലും എന്നെ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കും. ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കുകയും ചെയ്ത കർത്താവിന്റെ വിലപ്പെട്ട ദാസനോട് സഭയോട് എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിന്റെ ഭാഷയുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം വെച്ച നാളെ രാത്രി ചെങ്ങന്നൂര് വെള്ളിയാഴ്ച പകലും രാത്രിയിലും ചെങ്ങന്നൂര് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആദ്യമായിട്ട് ആ ചർച്ചയിൽ പോകുന്നത്. ആരോ എൻ്റെ ടെലിഫോൺ നമ്പർ കൊടുത്ത് അങ്ങനെ ദൈവദാസനെ വിളിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ആ ചർച്ചയിൽ വെള്ളിയാഴ്ച പകലും രാത്രിയിലും അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകണം. നാളെ രാത്രി എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ബസ്സിനാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൂരെ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ദൈവനാമത്തിൽ ഞാൻ ചോദിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഓർക്കുക. മൂത്ത മോൻ എബ്രഹാം, രണ്ടാമത്തെ മോൻ ഡാനിയൽ, മോൾ അക്സ, മൂത്ത മോൻ 28 വയസ്സ്, രണ്ടാമത്തെ മക്കൾ അതിന് തൊട്ട് താഴെയുള്ളവരാണ്. മക്കളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവത്താൽ മനോഹരമായ ശ്രേഷ്ഠമായ വഴികൾ ദൈവം തുറന്ന് അവർക്ക് ജീവിത തക്ക തുണകൾ നൽകാൻ ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും ചോദിച്ച് വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. മങ്കാവ് ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹൈന്ദവരായിരിക്കുന്ന ആളുകളാണ് മുമ്പോട്ട് വരുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊയർ ദൈവം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത്യാവശ്യം സൗണ്ട് സിസ്റ്റവും അതുപോലുള്ള ഇൻഷുറൻസ് എല്ലാം ദൈവം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ പട്ടണത്തിൽ ജാതികളുടെ നടുവിലാണ്, ലുലുമാണ് തൊട്ടടുത്ത് നമ്മളോട് വന്നിട്ടുള്ളവർക്ക് അറിയാം. അവിടെ ധാരാളം ജന പോപ്പുലേഷനുള്ള ഒരു ഏരിയയാണ്. ലക്ഷക്കണക്കിന് ജനം തിങ്ങിപ്പറക്കുന്ന ഏരിയയാണ് മങ്കാവ്. ജാതികളെ കൊണ്ട് നിറഞ്ഞ ആ സ്ഥലത്ത് ഒരു വലിയ ദൈവ പ്രവൃത്തി. ഞങ്ങളുടെ ലക്ഷ്യം ഒന്നാണ്. 100 കണക്കിന് കുടുംബങ്ങളും 1000 കണക്കിന് ആത്മാക്കളും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. God bless you. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സ്തോത്രങ്ങളും ദൈവിക ആലോചനകളെ ദൈവം നമുക്ക് തരുവാനിടയായി തീർന്നല്ലോ. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലും ഇന്ന് സന്ധ്യയിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളോട് വന്ന് പങ്കുവയ്ക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദാസന്റെ കുടുംബമായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദാസന്റെ മക്കളെ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടെ ഇരുന്ന ദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ വലിയ പഴക്കമൊന്നുമില്ലെങ്കിലും എന്റെ ജീവിതത്തിലും ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർക്കുവാനും അല്ലെങ്കിൽ ദൈവം കരുതിയ കരുതലുകളെ അല്ലെങ്കിൽ ജീവിതത്തിലും ഓർക്കുവാനൊക്കെയും ദൈവം ഒരിക്കലും നല്ല സാവകാശം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾ അല്ലെങ്കിൽ ഒരു സഭയിൽ ഇരുന്ന സമയത്ത് സഭയിൽ നിന്ന് കിട്ടിയ തുച്ഛമായ വലിയതല്ല 150 രൂപയായിരുന്നു. അതിന്റെ നടുവിലും ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർക്കുവാൻ, ആ കരുതിയ വിധങ്ങളെ ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ അവിടെ ദൈവം ആ നിലവാരങ്ങളിൽ കൊണ്ടുപോയെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കത്തോലിക്കനെ കൊണ്ട് ആ സമയത്ത് ദൈവം പോറ്റുവാനിടയായി. അത് ദൈവത്തിന്റെ കരുതലാണ്. അത് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. എന്നെ സഹായിച്ചു. അതൊക്കെ ഒന്ന് ഓർക്കുവാൻ ചില നന്മകൾ ചിലര് തടഞ്ഞു. ചിലര് അർഹതപ്പെട്ടവർ തടഞ്ഞു. പക്ഷേ അതിന് നടുവിലും ദൈവം ശക്തിയോടെ ആ ദൈവത്തിന്റെ കരുതൽ ഒന്നും ഓർക്കുവാൻ തക്കവണ്ണം ഒന്നുകൂടെ എന്താ പറയാ അയവിറക്കുവാൻ തക്കവണ്ണം
ഇടയായി തീർന്നു. സ്തോത്രമില്ല. ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലുതാണെന്ന് അറിയാമോ? മനുഷ്യന്റെ അതിന്റെ കരുതലല്ല ദൈവത്തിൻ്റെതോ. മനുഷ്യൻ കരുതിയ ഇത്രയ്ക്ക് ഉള്ളൂ. പക്ഷേ ദൈവം കരുതുന്നത് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്. ആ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒന്ന് വിധേയപ്പെട്ടതാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇതൊക്കെ വിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ നിന്റെ അമ്മയെ ആര് നോക്കും, നിന്റെ അപ്പനെ ആര് നോക്കും? നിനക്ക് അമ്മ, എനിക്ക് 2 മക്കളായിരുന്നു. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്നെ 2 മക്കളെ ആര് നോക്കും? ഞങ്ങൾക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദൈവം അവിടെ എല്ലാം പലപ്പോഴും ദൈവസന്നിധിയിൽ വേണ്ടുമ്പോൾ ഞാൻ വിശ്വസ്തനല്ലായിരുന്നിട്ട് ദൈവം എന്നോട് വിശ്വസ്തനായി പാർക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് വെക്കുവാനാണ് എനിക്ക് സാധിക്കുന്നത്. ഇന്ന് കേട്ട ദൈവ വചനമൊക്കെയും എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുവാനിടയായി തീർന്നത്. ദൈവം കരുതുന്നത് വായിച്ച സങ്കീർത്തനം ഇപ്രകാരമായിരുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നു. എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ നിർത്തുന്നത് ചേറ്റിൽ നിന്നെടുത്ത ഒരു പാറമേൽ നിർത്തുന്നത്. പാറമേൽ നിർത്തിയ ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്കൊരു പൗരത്വം തരുന്നു. വെറുതെയല്ല പാറമേൽ നിർത്തിയത്. ദൈവം നിന്നെ പാറമേൽ നിർത്തി നിന്റെ ഗമനത്തെ സ്ഥിരമാക്കിയിട്ട് നമ്മളോട് പറയുവാൻ തയ്യാറുന്ന ഒരു കാര്യമുണ്ട്. നിനക്കൊരു പൗരത്വം ഞാൻ തരുന്നു. എത്രയോ മഹത്വകരമേറിയ ഒരു ഭാഗ്യമാണ് ദൈവം നമുക്ക് തരുന്നത്. ഈ നല്ല വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കായി തീരുന്നു. പകൽക്കാലം ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ദൈവ സാന്നിധ്യത്തിന് പകരം നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, കർത്താവേ, നല്ല സമയത്തിനായി വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും ഇന്ന് സന്ധ്യയിലും കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ നടുവിൽ ശക്തമായി ഉപയോഗിച്ചതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വരുന്ന വെള്ളിയാഴ്ചയിൽ നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണം. കർത്താവേ, ഒരു പുതിയ ആലോചന ആ സഭയ്ക്ക് വേണ്ടത്, തക്ക സമയത്ത് വേണ്ടത് ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ദൈവം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം കുടുങ്ങിപ്പോയിട്ട് ഞങ്ങൾ അറിയുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ശക്തരാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മധ്യേയവനായി തീരേണ്ടതിന് എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ കരം കർത്താവിന്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. സ്തോത്രം ശക്തിയോടെ ഉപയോഗിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഗ്രഹിക്കണമേ. ദൈവിക നന്മകൾ പ്രാപിപ്പാൻ സ്വർഗ്ഗമിടയാക്കണമേ. ആർക്കും ദൈവം കടക്കാരെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. ആ നല്ല ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. കർത്താവേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് പലർക്ക് കടന്നു വരുവാൻ കഴിയാതെ കർത്താവ് പലവിധമായ സാഹചര്യങ്ങളിലായിരിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗ്ഗമിടയാക്കണം. കർത്താവേ, ഞങ്ങൾ ഉപവസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ദേശം വിട്ടിരിക്കപ്പെടുവാൻ, കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടുള്ള സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗമേ സഹായിക്കണം. കർത്താവേ, കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങളുടെ ദേശത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഞങ്ങളുടെ സഭകൾ ഈ നാളുകളിൽ കർത്താവേ ഉണരണം. കർത്താവേ, ഞങ്ങളുടെ സഭകൾ ഉണരണം. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ നിങ്ങൾ മറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടുകൂടെ ആയിരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ നിങ്ങളെ മറ്റുമായി താഴ്ത്തുന്നു. സ്വർഗ്ഗം സഹായിക്കണം, കൃപ ചെയ്യണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ചു വരുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിന്
കർത്താവിന് ഉണ്ടായിരിക്കുമാറാകട്ടെ. ജീവനുള്ള കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വരണമേ. സ്തോത്രം. കടന്നു വന്ന ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവ് ദാസനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കട്ടെ.